ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന എന്നൊരു കലർപ്പില്ലാത്ത നീതിമാൻ കരുത്തോടെ ഇരുന്ന കസേരയ്ക്ക് മുകളിൽ ഭരണാധികാരം, അഹങ്കാരം, കരിന്തിരികെട്ടി ന്യായത്തിന്റെ ഇടിമുഴക്കം, കൊള്ളിയാൻ പോലെ കത്തിയാളി അസാധാരണ വിധി പ്രസ്താവത്തിന്റെ ഒരു മഹാദിവസമാണ്. 56 നെഞ്ചളോ പ്രഘോഷണങ്ങളും ആർഭാടങ്ങളും ഇല്ലാത്തൊരു സാധാരണ മനുഷ്യൻ പരിഹാസങ്ങളില്ലാത്ത പതിഞ്ഞ ശബ്ദത്തിലാണെങ്കിലും സൂചീമുന മൂർച്ചയിൽ എതിരാളിക്കോട്ടയിൽ തുളഞ്ഞുകയറുന്ന വജ്രവാക്കുകൾ രാജ്യം കേൾക്കരുത്, അത് തീഹാറിൽ ഞരങ്ങിയൊടുങ്ങണമെന്നൊരു പൊളിറ്റിക്കൽ പ്രൊജക്ട് പൂക്കുറ്റി പോലെ ചിതറിയ ദിവസമെന്ന് പറയലാണ്. ഘട്ടം 3 കഴിയുമ്പോഴേക്കും അട്ടിമറി ആത്മവിശ്വാസത്തിൽ പ്രതിപക്ഷ നിര അതൊരു രാഷ്ട്രീയ ആരോപണത്തിനപ്പുറം രാജ്യം കണ്ടതാണ്. അവിശുദ്ധ വഴിയിൽ BJPയുടെ ഖജാനപ്പെട്ടിയിലേക്ക് കോടികൾ തള്ളിക്കൊടുത്തൊരുത്തൊരു മാപ്പുസാക്ഷിയുടെ വെറും വാക്കുബലത്തിൽ ഒരു സംസ്ഥാന ഭരണാധികാരിക്ക് അടിച്ചുകൊടുത്ത ജയിൽ വാറണ്ട് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ സൗകര്യമില്ല എന്നൊരു മാരക രാഷ്ട്രീയ നീക്കത്തിൽ അതൊരു പിഴച്ച നീക്കം, സ്ട്രാറ്റജിക് ബ്ലണ്ടറാണ് നീഡിയുടെ മേലാളന്മാർക്ക് അന്നേ ബോധ്യപ്പെട്ടതാണ്. നൈരാശ്യപ്പെടാതെ കൈവിറക്കാതെ ആ ദീപശിഖ ഏറ്റുവാങ്ങി പെണ്ണൊരുത്തി സുനിത കെജ്രിവാൾ ജയിൽ കാ ജവാബ് വോട്ട് സേ, ഈ അനീതിക്ക് മറുപടി വോട്ടിലൂടെ എന്നൊരു മുദ്രാവാക്യത്തിൽ ആ മഹാനഗരം മഹാസമുദ്രമാക്കിയ മാജിക്ക് അമ്പരപ്പോടെ കണ്ടതാണ് രാജ്യം. പ്രമേഹം കൂട്ടാൻ കെജ്രിവാൾ മാങ്ങാ കഴിക്കുന്നേ എന്നൊക്കെ ഉളുപ്പില്ലാത്ത വാദങ്ങൾ നിരത്തി നാണം കെട്ടൊരു പ്രീമിയർ ഏജൻസി അവസാന നിമിഷം വരെ കെട്ടിപ്പൊക്കിയ ചക്രവ്യൂഹങ്ങൾ പൊളിച്ചിട്ട മഹാസമുദ്രത്തിന് നടുവിലേക്ക് ഇനി അരവിന്ദന്റെ വരവാണ്. വല്ലാത്തൊരു സംഹാരശക്തിയിൽ ഡൽഹിയിൽ, പഞ്ചാബിൽ, ഹരിയാനയിൽ ആപ്പിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ മാത്രമല്ല, തീഹാറിന്റെ ഇരുമ്പ് ജയിൽ പാളികൾ തുറക്കുന്ന ലോഹശബ്ദം, 400 പാറുന്ന മോഹക്കോട്ടകൾക്ക് മേൽ ആഞ്ഞു പെയ്യുന്ന അശനിപാതം ഇടുത്തിയാണ്. ആദ്യഘട്ടത്തിൽ പറഞ്ഞു കേട്ട ഗ്യാരണ്ടി ഗീർവാണങ്ങളുടെ കാറ്റുപോയി പച്ചവർഗീയതയിൽ പരമതവിദ്വേഷത്തിന്റെ കെട്ടവാക്കുകൾ കൊണ്ട് കോട്ട കാക്കാനുള്ള പരിഭ്രാന്തിക്ക് മേൽ ഇനിയുള്ള 4 ഘട്ടങ്ങളിലും വരാനിരിക്കുന്ന അരവിന്ദ വാക്കുകൾ, കാവിക്യാമ്പിന്റെ പേടി സ്വപ്നം, അത് സമസ്താപരാധം, മാപ്പെഴുതി കൊടുത്തോ, പാതുകത്തിലേക്ക് കൊതിയോടെ നോക്കിയോ, പാദസേവ ചെയ്തോ തടവറ തുറക്കലല്ല. രാഷ്ട്രീയ വിരട്ടിൽ തരിമ്പിനൊന്ന് മുട്ടുപറക്കാതെ, വിട്ടുവീഴ്ചയില്ലാതെ, മോദിപ്പേടിയില്ലാതെ നേർക്കുനേർ പോരാട്ടത്തിന്റെ ഒരു വീരവരവാണ്. രാജ്യമേ കാതോർത്താൽ കേൾക്കാം. ഒരു ഭൂതകാലത്തിന്റെ ആവർത്തന ചരിത്രത്തിൽ ഒരു ജയപ്രകാശ് നാരായൺ മേഘപാളികൾ തുറന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി കെജ്രിവാളിന്റെ തോളത്ത് അദൃശ്യമായി കൈയിട്ട് ഒരു സർവാധികാരിയോട് പറയുന്നു, ചരിത്രം സത്യം, രാഷ്ട്രീയ അഹന്തയുടെ അന്ത്യം നാശമാണ്, വിനാശകാലേ വിപരീത ബുദ്ധി. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. बहुत अच्छा लग रहा है, मैंने कहा था ना जल्दी आऊंगा, आ गया। वंदे वंदे। രാജു പി നായർ, ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ശ്രീ നവീൻ ജി നാദമണി, ആം ആദ്മി പാർട്ടി പ്രതിനിധി എന്നിവർ ചർച്ചയിൽ ചേരുന്നു. നവീൻ ജി നാദമണിയിലേക്ക്, ആം ആദ്മി പാർട്ടി പ്രതിനിധിയിലേക്ക് പോവുകയാണ്. ഇന്ന് ആദ്യം ആം ആദ്മി പാർട്ടിക്ക് പറയാനാണ് അവകാശം. നവീൻ, ഈ നമുക്കറിയാം PMLA നിയമത്തിന്റെ ഒരു കൊടുംകെട്ട് നമുക്കറിയാം. ഏത് രീതിയിൽ നോക്കിയാലും ജാമ്യം കിട്ടാതിരിക്കാൻ ആ നിയമത്തിന്റെ ഒരു എന്താണ്, അങ്ങനെയാണ് അതിന്റെ പണിക്കുറ്റം തീർന്ന ഒരു പണിരീതി, ഒരു ശില്പചാതുരി, അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഏറ്റവും ഒടുവിൽ ഇന്ന് കോടതിയിലേക്ക് അവസാന നിമിഷവും ഒരു സത്യവാങ്മൂലമായി ED പോയി. എന്നാൽ വാദം പൂർത്തിയായി വിധി പറയാനിരിക്കെ ഒരു സത്യവാങ്മൂലം ED പോവുകയാണ്. അപ്പോൾ എത്രത്തോളം ഫ്രസ്ട്രേറ്റഡ് ആയി അരവിന്ദ് കെജ്രിവാൾ ജാമ്യം കിട്ടിക്കൂടാ എന്ന് തുഷാർ മേത്തയുടെ നേതൃത്വത്തിൽ ഒരു വലിയ വിന്യാസം കോടതിയിൽ ഉണ്ടായിരുന്നു. ജാമ്യം കിട്ടുമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്നോ നവീൻ ജി? അരവിന്ദ് കെജ്രിവാൾ കുറ്റക്കാരനല്ല എന്നുള്ളത് ഞങ്ങൾക്ക് മാത്രമല്ല ഈ ലോകത്തിന് മുഴുവൻ അറിയാം. ഇത് സത്യത്തിൻ്റെ വിജയമാണ്. ഇപ്പോൾ ഹാഷ്മി പറഞ്ഞ പോലെ തന്നെ ഒരു അക്ഷൗണിപ്പടയെ നിരത്തിക്കൊണ്ടാണ് അവർ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നിഷേധിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. സോളിസിറ്റർ ജനറൽ, അഡീഷണൽ സോളിസിറ്റർ ജനറൽ, അതുപോലെ 289 ലോയർമാർ, 335 അസിസ്റ്റന്റ് ലോയർമാർ, ED, CBI എല്ലാവിധ ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് അവർ അരവിന്ദ് കെജ്രിവാളിനെ നേരിടാനായിട്ട് ഇറങ്ങിയത്. പക്ഷെ അന്തിമ വിജയം സത്യത്തിൻ്റെ തന്നെയായിരിക്കും. ഇത് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഈ ജാമ്യം എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു ജാമ്യം മാത്രമല്ല, ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ, ഇന്ത്യൻ ഭരണഘടനയുടെ ഈ സത്യത്തിൻ്റെ സംരക്ഷകരായിട്ട് പരമോന്നത നീതിന്യായ പീഠം ഇവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. അതായത് ജനാധിപത്യത്തിൻ്റെ കാവലാളായിട്ട് ജുഡീഷ്യറി ഉണ്ട് എന്ന് ജനാധിപത്യ വിശ്വാസികൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു പൊൻകിരണം തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇത് ആം ആദ്മി പാർട്ടിയുടെ മാത്രം വിജയമല്ല, ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ വിജയം കൂടിയാണ്. കേസിൽ നിന്നുള്ള ഒരു താങ്കളുടെ വാക്കുകൾ കേട്ടാൽ, കേസിൽ താങ്കളുടെ വാക്കുകൾ മാത്രമല്ല, ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ ആവേശം കണ്ടാൽ കേസിൽ നിന്ന് അരവിന്ദ് കെജ്രിവാളിനെ കുറ്റമുക്തനാക്കി, അങ്ങനെയല്ല.
ഇത് ഈ ഇലക്ഷൻ കാലയളവ് ഒരു പ്രത്യേക കാലയളവായി എടുത്തുകൊണ്ട് ആ സമയത്ത് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് വേണം എന്നുള്ള ജനാധിപത്യത്തിൻ്റെ ഒരു മഹത്തായ മാതൃക കോടതി ചരിത്രത്തിലാദ്യമായി പ്രാവർത്തികമാക്കിയതാണ്. അല്ലാതെ ഈ പറയപ്പെടുന്ന കേസിൽ നിന്ന് കെജ്രിവാളിനെ കുറ്റമുക്തനാക്കിയതല്ല നവീൻ. ഹാഷ്മി നേരത്തെ തന്നെ അത് സൂചിപ്പിക്കുകയും ചെയ്തല്ലോ, PMLA എന്ന് പറയുന്ന കേസിൻ്റെ ഒരു കുരുക്ക് എന്ന് പറയുന്നത്. പക്ഷേ കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കുന്നതിന് തുല്യമായ രീതിക്കല്ലേ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. സെക്ഷൻ 45 പ്രകാരം ജാമ്യം കൊടുക്കാൻ PMLA പ്രകാരം യാതൊരു സാധ്യതയുമില്ലാത്തടത്ത് ജാമ്യം കൊടുക്കാൻ ജഡ്ജ് തയ്യാറായിട്ടുണ്ടെങ്കിൽ, ജസ്റ്റിസ് കന്നയും ദത്തയും തയ്യാറായിട്ടുണ്ടെങ്കിൽ അവർ ആ കേസിനെ പറ്റി കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ട്. ഈ കേസിലെ തെളിവുകളെ അരവിന്ദ് കെജ്രിവാൾ ഒരിക്കലും ജാമ്യത്തിന് വേണ്ടി പോയിട്ടില്ല. അരവിന്ദ് കെജ്രിവാൾ ആവശ്യപ്പെട്ടത് ഇത് കള്ളക്കേസാണെന്നും സെക്ഷൻ 90 പ്രകാരം PMLA സെക്ഷൻ 90 പ്രകാരം നടത്തിയ അറസ്റ്റ് നിയമവിരുദ്ധം ആണെന്നുമാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത്. ആ വാദത്തിനിടയിൽ കോടതി സ്വമേധയാ ഒരു ജാമ്യം കൊടുക്കുക എന്നുള്ള രീതിയിലോട്ടാണ് വന്നത്. അതിന്റെ കാരണം എന്താണെന്ന് നമുക്കറിയാം. കോടതി ചോദിച്ചു, ഈ അറസ്റ്റിന്റെ തെളിവുകളെ പറ്റി ചോദിച്ചപ്പോഴത്തേക്ക് അഡീഷണൽ സോളിസിറ്റർ ജനറൽ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്, മാറ്റേഴ്സ് ആണുള്ളത്, എവിഡൻസ് അല്ല എന്നുള്ളതാണ്. അതായത് കുറച്ച് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറലിന് കോടതിയിൽ പറയേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് കൃത്യമായിട്ടും BJPയുടെ ഒരു തന്ത്രമെന്ന് അല്ലെങ്കിൽ BJPയുടെ ഒരു ശ്രമമായിരുന്നു. ജനാധിപത്യത്തെ ഇല്ലാതാക്കാൻ BJP നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഏറ്റവും വലിയ ജനാധിപത്യവാദി, ഏറ്റവും വലിയ പ്രതിപക്ഷ നേതാവിനെ, ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും ശക്തനായ ഒരു നേതാവിനെ ജയിലറകളിൽ നിന്ന്, പ്രചാരണ വേദികളിൽ നിന്ന് അകറ്റി നിർത്തുക എന്നുള്ള BJPയുടെ തന്ത്രം മാത്രമായിരുന്നു. അതിനുവേണ്ടി അവരുണ്ടാക്കിയ ഒരു കേസ് മാത്രമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതാണ് അതിന്റെ യാഥാർത്ഥ്യവും. നമുക്കറിയാം ഈ കേജ്രിവാളിനെ ജയിലറയിൽ നിന്ന് പുറത്തിറക്കാതിരിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ എന്തൊക്കെ നടത്തി എന്നുള്ളത് നമുക്കറിയാം. അവരെന്തോരോ സന്നാഹങ്ങളെ ഒരുക്കി എന്നുള്ളത് നമുക്കറിയാം. അതുകൂടാതെ ഇന്ന് കോടതിയിൽ പറഞ്ഞാണ്, ജാമ്യം കിട്ടി കേജ്രിവാൾ പുറത്തു വരുവാണെങ്കിൽ പ്രചരണത്തിന് പോകുമെന്നുള്ളത്. അതാണ് അവരുടെ ഏറ്റവും വലിയ കാര്യം. അവരെന്തിന് അറസ്റ്റ് ചെയ്തു എന്നുള്ളത് ഇന്ന് കോടതിയിൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും വേണ്ടി കോടതിയിൽ പറഞ്ഞു, കേജ്രിവാൾ പ്രചരണത്തിന് പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അറസ്റ്റ് ചെയ്തതെന്ന്. അതിതൊരു കള്ളക്കേസാണെന്നുള്ളൊരു യാഥാർത്ഥ്യമല്ലേ. ഈ കേസിൽ നിന്ന് അടുത്ത ആഴ്ച വിധി പറയും എന്ന്, ഈ കേസ് പൂർണ്ണമായി വാദം കേട്ട് അടുത്ത ആഴ്ച വിധി പറയുമെന്ന് ജസ്റ്റിസ് ഖന്ന പറഞ്ഞു കഴിഞ്ഞു. അതനുസരിച്ച് അടുത്ത ആഴ്ച കഴിയുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ പൂർണ്ണമായിട്ട് കുറ്റമുക്തനാകും. ഘട്ടം ഘട്ടമായിട്ട് അത് തീരത്തുള്ളൂ. PMLA കേസിന്റെ ആ ഒരു നീണ്ട നാൾ വഴികൾ കുറച്ചുണ്ട് ആ ഘട്ടം ഘട്ടമായ പ്രൊസീജിയർ കാത്ത ഒരു തെളിവുമില്ലാതെ നിങ്ങളുടെ നേതാവ് മനീഷ് സിസോദിയ ഇപ്പോഴും ജയിലിനുള്ളിൽ കിടക്കുകയുമാണ്. ഞാനെത്താം. ശ്രീ രാജു പി നായർ, ഇവിടെ ഇന്ന് കോടതിയിൽ തുഷാർ മേത്ത വാദിക്കുകയാണ്, ഇതിറങ്ങിയാൽ വല്ലാത്ത കീഴ്വഴക്കമുണ്ടാക്കും. എന്താണ് പ്രചരണത്തിന് വേണ്ടി, ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി ചരിത്രത്തിൽ എന്താണ് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇങ്ങനെ ജാമ്യം കൊടുത്താൽ അത് പ്രശ്നമുണ്ടാക്കുമെന്ന് പറയുമ്പോൾ കോടതി പറയുകയാണ്, ആ വെർബാറ്റം വായിക്കുന്ന രസകരമാണ്, ഞങ്ങൾ പറയുന്നത് കേട്ടാൽ മതി എന്ന് പറയുകയാണ് കോടതി. ജാമ്യം കിട്ടും എന്ന എല്ലാ പിടിയും വിട്ടു, എല്ലാ വാദങ്ങളും അസ്തമിച്ചു, ജാമ്യം കൊടുക്കാൻ പോകുന്ന ഘട്ടം വരുമ്പോൾ തുഷാർ മേത്ത വാദിക്കുകയാണ്, പ്രചരണത്തിൽ ഈ കേസിനെ പറ്റി പറയരുത്, അല്ലെങ്കിൽ പ്രചരണത്തിൽ ഇക്കാര്യം മിണ്ടരുതെന്ന് പറയണം. അപ്പോൾ കോടതി പറയുകയാണ്, നിങ്ങൾ അതിനേക്കാൾ ഇരട്ടി, എന്താണ് സഞ്ജയ് സിംഗിൻ്റെ കാര്യത്തിൽ കണ്ടതുപോലെ നിങ്ങൾ അതിനേക്കാൾ ഇരട്ടി ശക്തിയിൽ കൗണ്ടർ നിരത്തിക്കോളൂ എന്ന് പറയുകയാണ്. അപ്പോൾ കോടതിക്ക് ഇക്കാര്യത്തിൽ ED എത്രത്തോളം കടുപ്പിക്കുന്നുവോ അതിൻ്റെ എതിർദിശയിൽ വല്ലാത്തൊരു കൺവിക്ഷൻ ഇന്ന് സുപ്രീം കോടതിയിൽ കണ്ടു. രാജു പി നായർ, എന്തുകൊണ്ടാകാമത്? തീർച്ചയായിട്ടും ഹാഷ്മി, ഇത് ഹേമന്ത് സോറന്റെ അറസ്റ്റ്, അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ്, ഈ രണ്ട് അറസ്റ്റ് നടന്നപ്പോഴും ഞങ്ങൾ പറഞ്ഞ കാര്യം ഇന്ന് കോടതി സാധൂകരിച്ചിരിക്കുകയാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ ഒരു അറസ്റ്റ് ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികളെ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഒഴിവാക്കാൻ വേണ്ടി ഏകാധിപത്യ സ്വഭാവത്തോട്, ജനാധിപത്യ വിരുദ്ധതയോടുകൂടി എടുത്തിരിക്കുന്ന നിലപാടാണിത് എന്നുള്ളതാണ് കോൺഗ്രസ് എടുത്തിരുന്ന നിലപാട്. ആ നിലപാട് ഇന്ന് സുപ്രീം കോടതി അത് സാധൂകരിച്ചിരിക്കുന്നു. ഈ ജാമ്യ കേസിന്റെ വാദത്തിൽ മുഴുവൻ ശരിക്കു പറഞ്ഞാൽ നടന്ന പോരാട്ടം എന്താ? ജനാധിപത്യ വിരുദ്ധതയും ജനാധിപത്യവും തമ്മിൽ നടന്ന പോരാട്ടമാണ്. ഇവിടെ സൂചിപ്പിച്ച പോലെ മുഴുവൻ സംവിധാനങ്ങളെ ഇറക്കിക്കൊണ്ട് അരവിന്ദ് കെജ്രിവാൾ തെരഞ്ഞെടുപ്പിന് പ്രചരണത്തിന് എത്താതിരിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുകയാണ്. അതിന്റെ താല്പര്യം മറ്റൊന്നുമില്ല. ഇന്ത്യ മുന്നണി ഇന്ന് ഡൽഹിയിലും അതുപോലെ തന്നെ പഞ്ചാബിലും ഹരിയാനയിലും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നേടിക്കൊണ്ടിരിക്കുന്ന മേൽക്കൈ, ആ മേൽക്കൈ തങ്ങൾക്കെതിരാവുമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവിടെ ഇന്ത്യ മുന്നണിയെ ദുർബലമാക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി മാത്രം എടുത്ത നടപടിയാണിത്. അതുതന്നെയാണ് ജാർഖണ്ഡിലും കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ജനാധിപത്യ വിരുദ്ധതയ്ക്കെതിരായിട്ടുള്ള ഒരു സമരമാണ് സുപ്രീം കോടതിയിൽ നടന്നത്. നമുക്ക് പലപ്പോഴും പല ജഡ്ജ്മെന്റിനെ സംബന്ധിച്ചും നമുക്ക് വിരുദ്ധാഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ ഉയരുമ്പോഴും ഈ രാജ്യത്ത് ജനാധിപത്യത്തിന് വേണ്ടിയിട്ട് ശബ്ദമുയർത്താൻ നമ്മുടെ കോടതി ഇപ്പോഴും ഒരു അസ്തമിച്ചിട്ടില്ല എന്നുള്ള വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്.
കാരണം അത്രമാത്രം വലിയ, ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏകദേശം 1.5-2 മാസത്തോളം തുടങ്ങിയ നടപടികൾ എന്തൊക്കെയായിരുന്നു ആലോചിച്ച് നോക്കൂ. ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷമായ കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെ മരവിപ്പിച്ച് കളയുന്നു. അത് വെറും എന്താ പറയുക, ഒരു കാര്യവുമില്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ട് നടത്തുന്നു. അതിനുശേഷം എത്രായിരം കോടികളുടെ നോട്ടീസാണ് പ്രതിപക്ഷ പാർട്ടികൾക്ക് മുഴുവൻ നൽകിയത്. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നു. ഇതെല്ലാം പറഞ്ഞപ്പോൾ BJP ഉയർത്തിയ വാദം എന്താണ്? നിങ്ങൾ എന്തിനാണ് അഴിമതി കേസിൽപ്പെട്ട ആൾക്കാരെ തെരഞ്ഞെടുപ്പിന്റെ പേരിൽ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? അതാണല്ലോ ഉയർത്തിയത്. ഞങ്ങൾ അപ്പോൾ പറഞ്ഞത് ഇത് നീതി നടപ്പാക്കാൻ വേണ്ടിയോ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടമല്ല. അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടമാണെങ്കിൽ BJPയുടെ ഓഫീസിനകത്തിരിക്കുന്ന അഴിമതിയുടെ ചളിക്കൊണ്ടിൽ മുങ്ങിത്താഴ്ന്നിരിക്കുന്നവർക്കെതിരെ നടപടി വേണം. മറ്റു പാർട്ടികളിൽ നിന്ന് BJPയിലേക്ക് വരുന്ന ആൾക്കാർക്കെതിരെ ഉള്ള കേസുകൾ മുഴുവൻ വാഷിംഗ് മെഷീനെ പോലെ റദ്ദാക്കുന്നു. ആ അഴിമതിക്കെതിരെ ഒന്നും നടപടിയെടുക്കാതെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരെ മാത്രം തെരഞ്ഞുപിടിച്ച് ഇത്തരത്തിലൊരു ടൈമിങ്ങിൽ ആക്രമിക്കുന്നത് ജനാധിപത്യത്തെ അസ്ഥിരപ്പെടുത്താനാണെന്നാണ് ഞങ്ങൾ ഉയർത്തിയ വാദം. ഇനി BJPക്ക് എന്ത് വാദമാണുള്ളത്? BJPയുടെ പ്രതിനിധികളെല്ലാം ചാനൽ ചർച്ചയിൽ വന്ന് പറഞ്ഞിരുന്നതെല്ലാം ഞങ്ങൾ അഴിമതിയെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നതാണല്ലോ. ഞങ്ങൾ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നിന്നത്. ഏത് കേസിനെ സംബന്ധിച്ചും അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടക്കുന്നതിലും അതിൽ നിന്ന് ഇപ്പൊ 2G കേസിനെ കുറിച്ച് അന്വേഷണം നടന്നല്ലോ. ഞങ്ങളാണല്ലോ കേസ് രജിസ്റ്റർ ചെയ്തത്, BJP അല്ലല്ലോ. ഈ ഗവൺമെന്റ് 10 വർഷം നിന്നിട്ട് കോൺഗ്രസിനെതിരെ ഉന്നയിച്ച ഒരാരോപണത്തിൽ പോലും കേസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഈ ഗവൺമെന്റിന് സാധിച്ചില്ലല്ലോ. 2G ആണെങ്കിലും 3G ആണെങ്കിലും അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ആണെങ്കിലും എല്ലാ കേസും രജിസ്റ്റർ ചെയ്ത UPയുടെ സമയത്താണ്. UPയുടെ സമയത്ത് രജിസ്റ്റർ ചെയ്ത കേസ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനു ശേഷവും അത് തെളിയിക്കാൻ പോലും ഇവർക്ക് സാധിച്ചില്ല. അഴിമതി തെളിയിക്കുക എന്നുള്ളത് അല്ല ഇവരുടെ അത് മാത്രമല്ല ഇപ്പൊ കോൾസ്കാം ഈ പറയുന്ന കോൾസ്കാം സ്കാൻഡലിൽപ്പെട്ട നവീൻ ജിന്നൽ അവരുടെ കുരുക്ഷേത്രത്തിലെ സ്ഥാനാർത്ഥികളാണ്. പോട്ടെ, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ B. ഗോപാലകൃഷ്ണൻ, ഇവിടെ താങ്കൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും താങ്കൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഇന്ത്യ സഖ്യത്തിന് വലിയ പ്രതീക്ഷയാണ്. ഇന്ന് രാഹുൽ ഗാന്ധി പറയുകയാണ് കോൺഫിഡൻസോടെ, ഇക്കാലം അത്രയും രാഹുൽ ഗാന്ധി ഒരു തെരഞ്ഞെടുപ്പിലും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. നരേന്ദ്രമോദി ഇനി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആവില്ല എന്ന് കോൺഫിഡൻസോടെ പറയുകയാണ്. ആ കോൺഫിഡൻസിലേക്ക് ആദ്യ 3 ഘട്ടങ്ങൾ കഴിയുമ്പോൾ കിട്ടുന്ന വല്ലാത്ത കോൺഫിഡൻസിന്റെ നടുവിലേക്ക് ആ പ്രതിപക്ഷ നിരയുടെ കുന്തമുനയായി വജ്രനാക്കായി ഇറങ്ങുകയാണ് അരവിന്ദ് കെജ്രിവാൾ. പേടിയുണ്ടോ ശ്രീ B. ഗോപാലകൃഷ്ണൻ? പേടിയല്ല, എനിക്ക് വാസ്തവത്തിൽ ചിരിയാണ്. ആ ചിരിയിൽ തന്നെ ഒരു പേടിയുണ്ട്. കുന്തമനയും വജ്രായുധവും ഒക്കെ ആയിട്ട് കുറേ ആൾക്കാർ അത് നിങ്ങൾക്കുണ്ട്. അത് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കുന്നുണ്ട്. ഞാൻ ചിരിക്കുമ്പോൾ ഞാൻ പേടിക്കുന്നില്ല. എൻ്റെ ചിരി കേൾക്കിട്ട് നിങ്ങൾക്ക് ഭയമുണ്ട്. ഇതേപോലെ വജ്രായുധവും ഇന്ദ്രായുധവും ഒക്കെ ആയിട്ട് രാവണനും രാവണൻ്റെ മകനും രാവണൻ്റെ സഹോദരനും ഒക്കെ രാമനെതിരെ യുദ്ധം ചെയ്യാൻ വന്നു. രാമായണത്തിൽ രാമൻ ഈ ഭയങ്കരമായിട്ടുള്ള വജ്രായുധമൊക്കെ കണ്ട് ഭയപ്പെട്ടില്ല. വളരെ വളരെ ശാന്തതയോടുകൂടി ഈ വജ്രായുധങ്ങളെ മുഴുവനും തടഞ്ഞു. ഞാനൊരു കാര്യം താങ്കളോട് പറയട്ടെ. 2014 ഈ കോൺഗ്രസ്സുകാരും ആം ആദ്മി പാർട്ടിയുടെ നേതാവ് കെജ്രിവാളും നരേന്ദ്രമോദിയെ ഇപ്പം അങ്ങോട്ട് കൊന്നുകളയും, ഇപ്പം അങ്ങോട്ട് ഇല്ലാണ്ടാക്കും, ഇപ്പം അങ്ങോട്ട് തോപ്പിക്കുമെന്ന് പറഞ്ഞ് ചെന്നു. 10-15% വോട്ട് പോലും കിട്ടിയില്ല. അതോടെ നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള അട്ടഹാസം നിന്നു. അന്ന് വിളിച്ചത് മരണത്തിൻ്റെ വ്യാപാരി എന്നായിരുന്നു. ജനങ്ങൾ അതിന് മറുപടി കൊടുത്തു. 2019 കെജ്രിവാളിന് മനസ്സിലായി നരേന്ദ്രമോദിയോട് മുട്ടിയിട്ട് കാര്യമില്ലാന്ന്. അതുകൊണ്ട് മുട്ടാൻ പോയില്ല. പക്ഷേ രാജ്യത്തിൻ്റെ കാവൽക്കാരൻ കള്ളനാണ് എന്ന മുദ്രാവാക്യം മുഴക്കി കോൺഗ്രസ് രംഗത്ത് വന്നു. കോൺഗ്രസ്സിന് എല്ലാ സപ്പോർട്ടും കൊടുത്തുകൊണ്ട് കെജ്രിവാളും രംഗത്ത് വന്നു. ഒരു ചുണ്ണാമ്പും സംഭവിച്ചില്ല. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടെ നരേന്ദ്രമോദി വന്നു. 2024 ഞങ്ങൾ എന്താണോ പറഞ്ഞത് അത് മാത്രമേ നടക്കൂ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എവിടെയും പറഞ്ഞു കേട്ടില്ല. തുടക്കത്തിൽ 4 സോപ്പാർ എന്ന് പറയുന്ന പ്രധാനമന്ത്രി എവിടെയും പറയുന്നത് കേൾക്കുന്നില്ല. ശ്രീ B. ഗോപാലകൃഷ്ണൻ, ഇവിടെ നോക്കൂ, ഇപ്പൊ 2014 നിന്ന് 2019 നിന്ന് ഗംഗയിലും യമുനയിലും ഒരുപാട് വെള്ളം ഒഴുകിപ്പോയി. അരവിന്ദ് കെജ്രിവാൾ എന്ന രാഷ്ട്രീയക്കാരനെ 1.5 വർഷം മുൻപ് ഒരു കേസിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം പിടിച്ച് തുറുങ്കിലടയ്ക്കുന്നു. അതിനുശേഷം ജയിലിൽ കിടന്ന് പ്രമേഹം കൂട്ടി ജാമ്യം കിട്ടാൻ മാങ്ങ കഴിക്കുന്നു എന്ന് ED പോലൊരു പ്രീമിയർ ഏജൻസി കോടതിയിൽ പരിഹാസ്യവാദങ്ങൾ ഉന്നയിക്കുന്നു.
ഏറ്റവും ഒടുവിൽ വാദം പൂർത്തിയാക്കി വെച്ച കേസിൽ അയ്യോ ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാവുക എന്ന് പറഞ്ഞ ഒരു അഡീഷണൽ സത്യവാങ്മൂലം. ഇപ്പോൾ എത്രമാത്രം ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു ഇഡിയും അതിനെ നയിക്കുന്നവരും അരവിന്ദ് കെജ്രിവാൾ പുറത്തേക്ക് വരുന്നതിൽ എന്ന് വ്യക്തമല്ലേ, രാജ്യത്തിന് വ്യക്തമല്ലേ ബി ഗോപാലകൃഷ്ണൻ? അതിനെയൊക്കെ പൊളിച്ചുകൊണ്ട് ഒരു ആണൊരുത്തം നിൽക്കാൻ പോവാണ് മോദിയോട് നേർക്കുനേർ അവിടെ പ്രചരണത്തിന്റെ പോർമുഖത്ത്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, എനിക്ക് ആഷ്മിയോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഒരു ചോദ്യം ചോദിച്ച് അതിന് എൻ്റെ ഉത്തരം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ രണ്ടാമത്തെ ചോദിക്കണം. അല്ലാതെ നിങ്ങൾ എൻ്റെ ചോദ്യം അരവിന്ദ് കെജ്രിവാൾ വീട്ടിലേക്ക് എത്തുകയാണ്. सुप्रीम कोर्ट का तहे दिल से शुक्रिया अदा करता हूं, जिनकी वजह से चुनाव में प्रचार करने का मौका मिला. तो അരവിന്ദ് കെജ്രിവാൾ ഒരു റോഡ് ഷോ പോലെ അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് हनुमान जी का उनकी वंदना करता हूं, उनके चरणों में वंदना करता हूं, जिनके आशीर्वाद से आज मैं जेल से बाहर आया हूं. देश അരവിന്ദ് കെജ്രിവാൾ വീട്ടിലേക്ക് എത്തുകയാണ് എന്ന് പറഞ്ഞാൽ ഡൽഹിയുടെ തെരുവീതികളിലൊക്കെ, ഡൽഹിയുടെ നഗരത്തിലൊക്കെ വലിയ ആവേശം ആം ആദ്മി പാർട്ടി പ്രവർത്തകർ വലിയ ആഘോഷരാവാക്കുന്നു. ഇന്ന് രാത്രി ഉറപ്പായും आम आदमी पार्टी के देश पे किसी ने भी तानाशाही करने की कोशिश की, लोगों ने उसे कभी बर्दाश्त नहीं किया. आज देश तानाशाही के दौर से गुजर, इस देश पे किसी ने भी तानाशाही करने की कोशिश की, लोगों ने उसे कभी बर्दाश्त नहीं किया. आज देश तानाशाही के दौर से गुजर रहा है. मैं तन मन धन से उसके खिलाफ संघर्ष कर रहा हूं, पर 140 करोड़ लोगों को मिलकर इस तानाशाही को हराना होगा. मैं लोगों से अपील करता हूं कि हमें सबको मिलकर देश को बचाना है. कल सुबह 11 बजे हनुमान जी का आशीर्वाद लेने के लिए हम सब लोग हनुमान मंदिर जाएंगे कनॉट प्लेस में. मैं सभी लोगों से अपील करता हूं कि सब लोग आएं, सब लोग हनुमान जी का आशीर्वाद लेंगे. और 1 बजे पार्टी ऑफिस जाएंगे, पार्टी ऑफिस में प्रेस कॉन्फ्रेंस होगी. और कल शायद साउथ दिल्ली में रोड शो है, उस रोड शो में पार्टिसिपेट करूंगा भगवंत मान साहब के साथ. ശ്രീ ബി ഗോപാലകൃഷ്ണൻ പറയുകയാണ് ഏകാധിപത്യം ഈ നാട്ടിൽ വാഴില്ല, ഏകാധിപതിക്ക് നേർക്കുനേർ പോരാട്ടത്തിൽ ഞാൻ തയ്യാറെടുക്കുകയാണ്. നാളെ രാവിലെ 11 മണിക്ക് ഹനുമാൻ ക്ഷേത്രം, താങ്കൾ തുടക്കത്തിൽ രാമായണമൊക്കെ പറഞ്ഞതല്ലേ, ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് പോകുന്നു. അദ്ദേഹത്തിൻ്റെ ഇഷ്ടമൂർത്തിയായ ഹനുമാനോട് ഈ ജയിൽ മോചനത്തിൽ നന്ദി അറിയിക്കാൻ പോകുന്നു. അതിനുശേഷം റോഡ് ഷോയിൽ ഇറങ്ങാൻ പോകുന്നു. ശ്രീ ബി ഗോപാലകൃഷ്ണൻ ഡൽഹിയിൽ, പഞ്ചാബിൽ, ഹരിയാനയിൽ, ബാക്കിയുള്ള 4 ഘട്ടങ്ങളിൽ ഇനി മോദിക്ക് വിയർപ്പൊഴുക്കേണ്ടി വരിക. ഈ കെജ്രിവാളിന്റെ വാക്കുകൾക്ക് മറുപടി പറയാനാവില്ലേ ബി ഗോപാലകൃഷ്ണൻ? നിങ്ങൾ വല്ലാതെ ഈ രാത്രിയിൽ വേർപ്പൊഴുക്കണ്ട. മോദിക്ക് വേർപ്പ് വരികയാണെങ്കിൽ ആ വേർപ്പ് മാറ്റാനുള്ള പരിപാടി മോദിക്കുണ്ട്. നിങ്ങൾ വേർത്ത് വല്ലാതെ വിഷമിക്കണ്ട. മോദി ഞങ്ങളെ ഓർത്തും നിങ്ങൾ വിഷമിക്കണ്ട. പിന്നെ ഞാൻ പറഞ്ഞു വന്നല്ലോ, ഞാൻ സംസാരിച്ചതിന് ശേഷമേ ചോദ്യം ചോദിക്കാവൂ. ഞാൻ തുടക്കത്തിൽ ഒരു കാര്യം താങ്കളോട് പറയാൻ ആഗ്രഹിക്കുക. വലിയ രസകരമായ ഒരു രാഷ്ട്രീയ മാറ്റമാണ് ഉണ്ടാവാൻ പോകുന്നത്. ഈ കുടത്തിലെ ഭൂതത്തെ തുറന്നു വിട്ടു എന്ന് പറഞ്ഞല്ലോ, അത് തുറന്നു വിട്ടത് കോൺഗ്രസ്സുകാരാണ്. ഇവിടെ ജനാധിപത്യവും ജനാധിപത്യ വിരുദ്ധതയും തമ്മിലുള്ള പോരാട്ടമാണെന്നാണ് കോൺഗ്രസിൻ്റെ വക്താവ് പറഞ്ഞത്. ഞാൻ ഈ കോൺഗ്രസ് വക്താവിനോട് രണ്ട് ചോദ്യം ചോദിക്കുക. ഒന്നാമത്, ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തതിനെതിരായിട്ടാണ് ഞങ്ങൾ രംഗത്ത് വന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണമെന്നും പിണറായി വിജയനെതിരായിട്ടുള്ള കേസ് ശക്തമായിട്ട് ED എടുക്കണമെന്നും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിക്കണമെന്നും അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്നും നിങ്ങൾ പറഞ്ഞത് മര്യാദകേടല്ലേ? അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ ആ ഒരു നിലപാടെടുക്കണ്ട എന്നുണ്ടെങ്കിൽ ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യണം, കേസെടുക്കണം എന്ന് പറഞ്ഞ് തെരുവിലിറങ്ങിയ നിങ്ങൾ നാണം കെട്ട നെറുകേടല്ലേ കാണിക്കുന്നത്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, താങ്കൾ എന്താ പറഞ്ഞത്? ജനാധിപത്യവും ജനാധിപത്യ വിരുദ്ധവും തമ്മിലുള്ള പോരാട്ടമാണ്. ശരിയായിരിക്കും. പക്ഷെ നിങ്ങൾ ഏത് ഭാഗത്തായിരുന്നു? നിങ്ങളല്ലേ ഡൽഹിയിൽ ആദ്യമായിട്ട് ഈ കെജ്രിവാളിനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടത്?
നിങ്ങളുടെ ഡൽഹി പ്രദേശ് കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതനായ മക്കാനല്ലേ രംഗത്ത് വന്നത്? നിങ്ങളല്ലേ ഇവർക്കെതിരെ കേസ് കൊടുത്തത്? നിങ്ങളല്ലേ ഇവർക്കെതിരെ നിയമ നടപടിക്ക് രംഗത്ത് വന്നത്? നിങ്ങളല്ലേ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത്? എന്നിട്ടൊരു സുപ്രഭാതത്തിൽ നിങ്ങളിപ്പോൾ മാറി നിന്നിട്ട് ഞങ്ങൾ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതിനെതിരാന്ന് പറയാൻ ഒരല്പം മാന്യത, ഉളുപ്പെന്ന് പറയുന്ന സാധനം വേണം. സർ, ബി ഗോപാലകൃഷ്ണൻ, ഇത് മുനതെഞ്ഞ വാദങ്ങളല്ലേ? ഈ വാദങ്ങളുടെ സമയം കഴിഞ്ഞില്ലേ? ഈ നമ്മൾ അറസ്റ്റ് ചെയ്ത സമയത്തൊക്കെ താങ്കൾ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ BJP ഉന്നയിക്കുന്ന വാദം ഇത് തന്നെയാണ്. പക്ഷേ അതിനെ കുറിച്ച് മുനതെഞ്ഞു പോയില്ലേ? ഇവിടെ നോക്കൂ, ശ്രീ ബി ഗോപാലകൃഷ്ണൻ, രാജ്യം ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊരു വരവാണത്. രാജ്യ തലസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂക്കിൻ കീഴിൽ ഒരു കുറിയ മനുഷ്യൻ പതിഞ്ഞ ശബ്ദത്തിൽ നിങ്ങളെയൊക്കെ വെല്ലുവിളിച്ച് നിൽപ്പാണവിടെ. അതിനെക്കുറിച്ച് പറ ബി ഗോപാലകൃഷ്ണൻ. നിങ്ങളെയൊക്കെ വെല്ലുവിളിച്ച് നിൽപ്പാണ് ഒരു കുറിയ മനുഷ്യൻ. ഡൽഹി എന്നൊരു ചെറിയ സംസ്ഥാനത്ത് നിങ്ങൾ ഉന്നയിച്ച, നിങ്ങൾ കെട്ടിയ കോട്ടയൊക്കെ, ഈ നെറികെട്ട കോട്ടയൊക്കെ പൊളിച്ചു വന്ന് നിൽപ്പാണ്. എന്തൊരു രാഷ്ട്രീയ വിന്യാസമാണത്. നോക്കൂ ശ്രീ ബി ഗോപാലകൃഷ്ണൻ. അതെ, അല്ലേ? നിങ്ങൾക്ക് നാണമുണ്ടോ നെറുകെട്ട ഭാഷ സംസാരിക്കാൻ? ഞങ്ങൾ നെറുകെട്ട കോട്ട കെട്ടിയത് തന്നോട് ആരോടോ പറഞ്ഞത്? ഒരു 24-ന്റെ ചാനൽ പറയാ ഞങ്ങൾ നെറുകെട്ട കോട്ട കെട്ടിയെന്ന്. നിങ്ങൾ ചർച്ച ചെയ്യണം. നിങ്ങൾ എന്താ പിന്നെ മാന്യമായി ചർച്ച ചെയ്യണം. കോടതി തെളിഞ്ഞ എന്താ? നിങ്ങൾ കോടതി തെളിഞ്ഞത്? നിങ്ങളുടെ ഖജനാവിലേക്ക്, അതെ, നിങ്ങളുടെ ഖജനാവിലേക്ക് കോടികൾ, നിങ്ങളുടെ ഖജനാവിലേക്ക് കോടികൾ തള്ളി ഒരുത്തനാണ് ഈ മാപ്പുസാക്ഷി. ആ മാപ്പുസാക്ഷിയുടെ വാക്കുബലം മാത്രമേ ഉള്ളൂ പിടിച്ചകത്തറാൻ തെളിഞ്ഞില്ലേ കോടതിയിൽ? ശ്രീ ബി ഗോപാലകൃഷ്ണൻ, താൻ പോയി ചെയ്യേണ്ടി വരും. പാർട്ടി ഓഫീസിൽ പറയുന്ന വാക്ക് അവിടെ പോയി പറ. താൻ ചർച്ച നടത്തുകയാണ്, മാന്യമായി ചർച്ച നടത്തുക. സാറേ, പാർട്ടി ഓഫീസിൽ പറയുന്ന വാക്കൊക്കെ പാർട്ടി ഓഫീസിൽ പറ. ഇത് ആള് കാണുന്നതല്ലേ? തന്നോട് തന്നെ പറയുന്നത്. പാർട്ടി ഓഫീസിൽ ആദ്യത്തെ ചിരിയൊക്കെ അങ്ങ് പോയി. തന്നോടാണോ പറയുന്നത്? അപ്പൊ അത് ചിരിയൊക്കെ അങ്ങ് പോയോ ഗോപാലകൃഷ്ണ? ആദ്യത്തെ ചിരിയൊക്കെ അങ്ങ് പോയോ ഗോപാലകൃഷ്ണ? ആദ്യത്തെ ചിരിയൊക്കെ അങ്ങ് പോയോ? വർത്താനം പറയരുത് ബി ഗോപാലകൃഷ്ണ. ആദ്യത്തെ ചിരിയൊക്കെ അങ്ങ് പോയോ? ആദ്യത്തെ ചിരിയൊക്കെ അങ്ങ് പോയോ ഗോപാലകൃഷ്ണ? നെറികെട്ട കോട്ട എന്ന് പറയാൻ എനിക്ക് കാരണമുണ്ട്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, താങ്കൾ തുടക്കത്തിൽ ചിരിച്ച ആ ചിരിയൊക്കെ അങ്ങ് പോയോ? നെറികെട്ട കോട്ട എന്ന് പറയാൻ കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 1, 2, 3, 4 എണ്ണി കാരണങ്ങൾ പറഞ്ഞുതരാം. മര്യാദയോട് പറയരുത്. ഒരു മര്യാദയോടും പറഞ്ഞിട്ടില്ല. ഒരു മര്യാദയോടും പറഞ്ഞിട്ടില്ല സാർ. നെറികെട്ട കോട്ട എന്ന വാക്കിന് എനിക്ക് പറയാൻ കാരണങ്ങളുണ്ട്, ബോധ്യങ്ങളുണ്ട്. പറഞ്ഞു തരട്ടെ, ആരോടോ കെട്ടിയത് പറഞ്ഞു തരട്ടെ, കേൾക്കാവോ? താൻ ആരാന്ന വിചാരം? താൻ എന്തൊരു സംസാരിക്കുന്നത്? സാറേ, ഇങ്ങനെ കോട്ട എന്നുള്ളത് 24-ന്റെ ചാനൽ എന്ന് പറയാൻ തനിക്ക് നാണമില്ലേ? സാറേ, മോദിയെ പോലെ പിടിവിട്ട് സംസാരിക്കല്ലേ? മോദിയെ പോലെ പിടിവിട്ട് സാർ, അങ്ങയുടെ നേതാവിനെ പോലെ ഇങ്ങനെ പിടിവിട്ട് സംസാരിക്കല്ലേ? അതുകൊണ്ട് ആവർത്തനം വേണ്ട സാർ. അങ്ങയുടെ നേതാവിനെ പോലെ പിടിവിട്ട് സംസാരിക്കല്ലേ? തെണ്ടിത്തരം എന്നൊക്കെ അങ്ങയുടെ പാർട്ടി ഓഫീസിൽ പറഞ്ഞാൽ മതി. തെണ്ടിത്തരം എന്നൊക്കെ പാർട്ടി ഓഫീസിൽ പറഞ്ഞാൽ മതി. ഒരു വാക്കും പിൻവലിക്കുന്നില്ല. ഒരു വാക്കും പിൻവലിക്കുന്നില്ല. ഒരു വാക്കും പിൻവലിക്കുന്നില്ല. താൻ തെണ്ടിത്തരം വാക്ക് പിൻവലിക്കോ? ഹാഷ്മി എന്ന തന്നോടാ പറയുന്നത്. ഞാൻ അതാ പറയുന്നത്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ തെണ്ടിത്തരം എന്ന വാക്ക് പറഞ്ഞാണ് ഈ ചർച്ചയിൽ. അതിനേക്കാൾ വലുതാണോ നെറികെട്ട കോട്ടാന്ന്? താൻ പറയേണ്ടി വരും. ഞാൻ പറയാം. തെണ്ടിത്തരം എന്നൊരു വാക്ക് 10 പ്രാവശ്യം പറയും ഈ ചാനലിൽ. അത് പാർട്ടി ഓഫീസ് പറഞ്ഞാൽ പറയുന്നത്. ആര് കെട്ടി? അത് പാർട്ടി ഓഫീസ് പറഞ്ഞാൽ മതി. ആര് പറഞ്ഞു? അത് പിൻവലിക്കോ? അത് പിൻവലിക്കോ? അത് നിങ്ങൾ പറ. ഞാൻ പറഞ്ഞുതരാം സാർ. നെറുകെട്ട കോട്ട ആര് കെട്ടി? ഞാൻ പറഞ്ഞുതരട്ടെ. ഞാൻ പറഞ്ഞുതരാം സാർ. ഞാൻ പറഞ്ഞുതരാം. കോടതി പറഞ്ഞോ? എന്റെ ചോദ്യം കോടതി പറഞ്ഞോ? ഞാൻ പറഞ്ഞുതരട്ടെ. കേൾക്ക് സാറേ. കോടതി പറഞ്ഞോ? ഒന്ന് കേൾക്ക്. കോടതി പറഞ്ഞോ? പറ. ഒന്ന് കേൾക്ക്. പറഞ്ഞ എന്ത് പറഞ്ഞു തരണം? നാണോ ഇല്ലടോ? ഒന്ന് കേൾക്ക് സാറേ. മാന്യമായി നടത്ത്. അല്ലാണ്ട് ഈ വന്നിരുന്ന വളവള ഭർത്തലല്ല. ഭർസനം കഴിഞ്ഞോ? ബിജെപിയുടെ വിരോധം ഉണ്ടെങ്കിൽ അത് തെരുവിലിറങ്ങി സംസാരിക്കും. ഭർസനം കഴിഞ്ഞോ? സംസാരിക്കാം. ഭർസനം കഴിഞ്ഞോ? ചർച്ചയിൽ പെട്ടിയുടെ മുമ്പിൽ ഇരുന്നിട്ടല്ല ഈ വർത്താനം പറയാ. ഭർസനം കഴിഞ്ഞോ? വർത്താനം ഒന്നും പറയണ്ട. ഭർസനം കഴിഞ്ഞോ? ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയും. ചോദ്യം ചോദിച്ചാൽ വേണ്ട. ഭർസനം കഴിഞ്ഞല്ലോ. നിങ്ങളെ 24-ന്റെ ഫ്ലോറിൽ ഭർസനം കഴിഞ്ഞോ? ഭർസനം കഴിഞ്ഞോ? തന്റെ വേഷം കെട്ട് വേണ്ട. ഭർസനം കഴിഞ്ഞോ? ഞങ്ങൾ ഇരിക്കുന്നത്. താൻ ചോദ്യം ചോദിക്കേ, ഉത്തരം പറയാം. ഞാൻ ചോദ്യമാ ചോദിച്ചത്. ഞാൻ കോട്ട കെട്ടിയത് ആര്? ഞാൻ പറഞ്ഞുതരാം. ചോദ്യം ചോദിക്കേ. താങ്കൾ കേൾക്കുന്നുണ്ടോ? ഉത്തരം പറയാം. താങ്കൾ കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്കുള്ളത് ചോദ്യം പറ. താങ്കൾ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ചോദ്യം നിങ്ങൾ ചോദ്യം ചോദിക്കേ. ഞാനെത്താം. സർ, പ്രഷർ കൂട്ടല്ലേ ബി ഗോപാലകൃഷ്ണൻ? താങ്കളുടെ അതിഥിയാണ്, അങ്ങനെ പ്രഷർ കൂട്ടല്ലേ? താങ്കൾ ഇനി എന്നെ എന്തു പറഞ്ഞാലും ഞാൻ കയറി പിടിക്കാൻ പോകുന്നില്ല. താങ്കൾ ഇനി എന്നെ എന്തു പറഞ്ഞാലും സർ ബീഗോ, താങ്കൾ എന്നെ എടോ എന്നോ തെണ്ടിത്തരം എന്നോ എന്ത് വൃത്തികെട്ട വാക്ക് പറഞ്ഞാലും ഞാൻ അതിൽ കയറി പിടിക്കാൻ പോകുന്നില്ല.
താങ്കളുടെ പ്രഷർ അടങ്ങിയെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. മിസ്റ്റർ ഹാഷ്മി, താങ്കളുടെ ബി പി അടങ്ങിയെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചോദ്യം ചോദിക്കും, ഞാൻ ഉത്തരം പറയാം. സാർ ഓക്കെ, ചോദ്യം ചോദിക്കും, ഞാൻ ഉത്തരം പറയാം. ഓക്കെ, ഞാൻ ഇടവേളയിലേക്ക് പോകാം. ഇടവേളയ്ക്ക് ശേഷം ആ ബി പി ഒന്ന് കുറയട്ടെ. രാജു പി നായരോട് ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ തടഞ്ഞു. ഇല്ല, ഞാൻ അങ്ങയിലേക്ക് എത്താം. ബി പി ഒന്നും വേണ്ട, ഒരു ബി പി ഇല്ല ഗോപാലകൃഷ്ണൻ. സാർ പൊടിക്ക് ബി പി അടക്കം ഞാൻ എത്താം. അങ്ങക്ക് അത്ര പക്വത രാഷ്ട്രീയ നേതാവല്ലേ? ഈ പറയുന്ന വാക്കുകൾ, ആ ഇടവേളയിൽ ഈ പറയുന്ന തെണ്ടിത്തരം, താന്, എടോ എന്നൊക്കെയുള്ള വാക്കുകൾ ഒരു താങ്കളെ പോലെ മുതിർന്ന രാഷ്ട്രീയ നേതാവിന് ഭൂഷണമാണോ എന്ന ഇടവേളയിൽ അങ്ങ് ആലോചിക്കും. ഞാൻ തിരികെ എത്താപ്പോഴേക്ക് ഇടവേള. ശ്രീ ബി ഗോപാലകൃഷ്ണൻ അങ്ങൊന്ന് കൂളായെന്ന് കരുതുകയാണ്. സാർ, ഈ നെറുകേട് എന്ന് പറഞ്ഞാൽ നേരില്ലാത്തത് എന്നേ അർത്ഥമുള്ളൂ. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, നേരില്ലാത്ത നീക്കങ്ങൾ എന്നേ അർത്ഥമുള്ളൂ, അല്ലാതെ തെറിവാക്കല്ല. ബി ഗോപാലകൃഷ്ണൻ, ഞാൻ നെറുകേട് എന്ന് പറയാനുള്ള കാരണം എന്താണ്? നെറുകെട്ട കോട്ട എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇവിടെ അരവിന്ദ് കെജ്രിവാൾ ഒന്നര വർഷത്തെ ഒരു കേസിൽ എന്താണ് തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിച്ച ശേഷം അറസ്റ്റ് ചെയ്ത് 50 ദിവസം അകത്തിടുന്നു. അരവിന്ദ് കെജ്രിവാൾ മാത്രമല്ല, മനീഷ് സിസോദിയ, സഞ്ജയ് സിംഗ്, ഈ പറയുന്ന മാപ്പു സാക്ഷിയുടെ വാക്കുബലമല്ലാതെ അരക്കഴഞ്ഞിന് തെളിവ് കോടതിയിൽ ഹാജരാക്കാൻ ഇതേവരെ ഇടിക്ക് പറ്റിയിട്ടില്ല. നെറുകേടല്ലാതെ എന്താണ് ശ്രീ ബി ഗോപാലകൃഷ്ണൻ? മിസ്റ്റർ ഹാഷ്മി, താങ്കൾ 24-ന്റെ ഫ്ലോറിലെ ഒരു അവതാരകനാണ്. നമ്മൾ ഈ നാട്ടിൽ മാധ്യമ അവതാരകന്മാരെ കണ്ടിട്ടുണ്ട്. അവതാരകന്മാർ ഇത്തരം ഭാഷകൾ ഒരു പ്രസ്ഥാനത്തിന് നേരെ, ഒരു വ്യക്തിക്ക് നേരെ ഉപയോഗിക്കരുത്. അത് ശരിയല്ല. നിങ്ങൾ പറഞ്ഞ നെറുകെട്ട കോട്ട കെട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നെറുകെട്ട കോട്ട കെട്ടി എന്നൊക്കെയല്ലേ? അതൊരു അവതാരകന് ഭൂഷണമല്ല. ഞാൻ നെറുകെട്ട കോട്ട കെട്ടി തങ്ങളോട് പറഞ്ഞോ? ഞാൻ പറഞ്ഞത് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഉടനെ ഞാൻ ചോദിച്ചു, സർ, BJP നെറുകെട്ട കോട്ടി എന്നാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞതിന് ഞാൻ മറുപടി പറയുമ്പോൾ ഇടപെടൽ. നിങ്ങൾ ഒരു ഹാഷ്മി, ഒന്നാമത് ഒരു സാവധാനത്തിൽ ഒരാൾക്ക് സംസാരിക്കാനുള്ള സമയത്തിൽ അയാൾ സംസാരിക്കട്ടെ. അങ്ങനെയാണല്ലോ, നമ്മൾ ആരും ഇടയിൽ കയറില്ല. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി സംസാരിച്ചു, ഞാൻ ഇടയിൽ കയറിയില്ലല്ലോ. എല്ലാവരും സംസാരിക്കട്ടെ, ഒന്ന് സാവധാനം. ഞാൻ കോൺഗ്രസിൻ്റെ പ്രതിനിധിക്ക് മറുപടി പറയുമ്പം നിങ്ങൾ വേറൊരു ചോദ്യമായിട്ട് വരരുത്. നിങ്ങൾ നെറുകെട്ട കോട്ട കെട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായമാണ്. നെറുകെട്ട കോട്ട വേറെ ആരും കെട്ടിയിട്ടില്ല, വേറെ ആരും പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ആര് കെട്ടിയെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു കോടതി വിധിയെന്ന. എന്താണ് കോടതിയുടെ വിധി? ഒന്നാമത് ഇൻട്രിം ബെയിലാണ്. ഇൻട്രിം ബെയിൽ എന്ന് പറഞ്ഞാൽ അത് മഹാസംഭവമൊന്നുമല്ല. ഞങ്ങൾ കോടതിയിൽ പണിയെടുക്കുന്ന ആളും കോടതിയിലെ അഭിഭാഷകരും ഒക്കെയാണ് ഞങ്ങളൊക്കെ. ഇൻട്രിം ബെയിൽ സുപ്രീം കോടതിയിൽ നിന്നായാലും ഇൻട്രിം ബെയിൽ ജില്ലാ കോടതിയിൽ നിന്നായാലും ഇൻട്രിം ബെയിൽ ഏതെങ്കിലും ഒരു ഇൻട്രിം ബെയിൽ ഇവിടെ നിങ്ങൾക്ക് അറിയാവുന്ന അഭിഭാഷകരാരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഏതെങ്കിലും ഒരു ഇൻട്രിം ബെയിലിന് കണ്ടീഷൻ വെക്കുമോ? ഇന്ന് വരെ വെച്ചിട്ടില്ല, ഒരു കോടതിയും വെച്ചിട്ടില്ല. ഇൻട്രിം ബെയിലിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി കണ്ടീഷൻ വെച്ചിരിക്കുന്നത് ഈ കോടതിയാണ്. എന്താ കണ്ടീഷൻ എന്ന് ഞാൻ വിളിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓരോരോരോ കണ്ടീഷനുണ്ട്. ഡൽഹി ലെഫ്റ്റനൻ്റ് അറിയാതെ ഒരു ഒപ്പിടാൻ പാടില്ല, ഈ വിഷയത്തെക്കുറിച്ച് മിണ്ടാൻ പാടില്ല, മന്ത്രിസഭയിലെ കെട്ടിടത്തിന് മുന്നിൽ പോയി നിൽക്കാൻ പാടില്ല. ചെയ്യാവുന്ന എല്ലാ റെസ്ട്രിക്ഷൻസുമാണ് കോടതി വെച്ചത്. ആ വിധിയുടെ 15-ാം ഖണ്ഡിക താങ്കൾ വായിക്കണം. അതിനകത്ത് ED പറഞ്ഞത് ശരിയാണെന്നും 9 പ്രാവശ്യം ഇയാൾ നോട്ടീസ് സ്വീകരിച്ചില്ലെന്നും 9ാമത്തെ പ്രാവശ്യം തിരസ്കരിക്കപ്പെട്ടുമാണ് അറസ്റ്റ് ഉണ്ടായതും എന്നുള്ളത് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവായിട്ടുള്ള ആസ്പെക്ട്സ് ആണ് എന്ന് ആ 15-ാം ഖണ്ഡികയിൽ പറയുന്നുണ്ട്. പക്ഷേ കോടതി ഏറ്റവും അവസാനം പറയുന്ന ഒരു ഭാഗമുണ്ട്. അതെന്താ പറയുന്നത്? ഞങ്ങൾ ഈ പറഞ്ഞിരിക്കുന്നതൊന്നും ഈ കേസിൻ്റെ മെറിറ്റുമായിട്ട് ബന്ധമില്ല. ഈ കേസിൻ്റെ മെറിറ്റ് ഞങ്ങൾ നോക്കിയിട്ടേ ഇല്ല. പിന്നെ എന്താണ് കോടതി നോക്കിയത്? സുപ്രീം കോടതി നോക്കിയത് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ, ഒരു ജനാധിപത്യ രാജ്യത്തിൽ, ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഒരു പാർട്ടിയുടെ ഒരു നേതാവിന് പ്രവർത്തിക്കാനുള്ള അനുവാദം കൊടുക്കണം. അത് ചരിത്രത്തിലാദ്യമായിട്ടാണ് അങ്ങനെ വന്നത്. വാസ്തവത്തിൽ ഇത് കെജ്രിവാളിന് മാത്രമല്ല കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ സിസോദിയയ്ക്ക് കൊടുക്കണം. കെജ്രിവാളുമായി ബന്ധപ്പെട്ട കേസാണ് സിസോദിയയ്ക്ക് കൊടുക്കണം. 1 വർഷമായി ജയിലിലാണ്. ഹേമന്ത് സോറന് കൊടുക്കണം. ഇതേപോലെ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട വിഷയമാണ്, ഹേമന്ത് സോറന് കൊടുക്കണം. അപ്പോൾ അതിലൊക്കെ വാദങ്ങളും പ്രതിവാദങ്ങളും ഉണ്ടാവും. അതിലൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. നിങ്ങൾ ചോദിച്ച രാഷ്ട്രീയ ചോദ്യം ചോദിച്ചാൽ എനിക്ക് വിരോധമില്ല. ഇതാ ഡൽഹിയിൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ ഒരു സിംഗിൾ വാക്ക് ഒരു വാക്ക് പറയാൻ അനുവാദം തരണം. ഇത് ഞാൻ അതാണ് പറഞ്ഞു വന്നത്. ഇത് കോൺഗ്രസ് തുറന്നുവിട്ട ഭൂതമാണ്. ഇതുണ്ടാവാൻ പോകുന്നത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഈ കെജ്രിവാൾ ഇപ്പം ഇന്നത്തെ അവസ്ഥയിൽ കെജ്രിവാൾ ഒരു പ്രതിപക്ഷത്തിൻ്റെ നേതാവായിട്ട് ഉയരുകയും കോൺഗ്രസിൻ്റെ ഇക്കണ്ടകാലം പ്രതിപക്ഷ നേതാവായിരുന്ന രാഹുൽ ഗാന്ധി അസ്തമിക്കുകയും ചെയ്യാൻ പോവാണ്. ഇതാണ് ഇതിലുണ്ടാവാൻ പോകുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കെജ്രിവാൾ വരുന്നത് ഞങ്ങൾക്ക് ഗുണവും
കെജ്രിവാൾ വരുന്നത് കോൺഗ്രസിന് നഷ്ടവുമാണ്. ശരി, ശരി, ശരി. ഉണ്ടാവാൻ പോകുന്നത് ശരി, ശരി. ഞങ്ങൾക്ക് ഗുണമാ. ഓക്കെ, രാജു പി നായർ, ഞങ്ങൾക്ക് ഗുണം, ബിജെപിക്ക് ഗുണം. ഉറപ്പായും രാജു പി നായർ ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ വിമാനത്തിൽ സഞ്ചരിച്ച ചിത്രങ്ങളടക്കം പുറത്തു വന്ന ഒരു പ്രധാനമന്ത്രി അദാനി അംബാനി തള്ളിപ്പറയുന്ന കഥ നമ്മൾ കേട്ടു. എഴുതി വെച്ചോ രാജു പി നായർ, നാളെ ഇ ഡിയെ തള്ളിപ്പറയാൻ പോവാണ് അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ച് അറസ്റ്റ് ചെയ്യാത്തിട്ടതിൽ. ഇ ഡി ഞങ്ങളുടെ കൂട്ടാണ്, അത് രാഹുൽ ഗാന്ധിയുടെ അന്തകനാണെന്നൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പക്ഷേ നാളെ പ്രസംഗിച്ചേക്കാം. പോട്ടെ, രാജു പി നായർ, നെറികെട്ട കോട്ട എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ രാജ്യചരിത്രത്തിൽ ആദ്യമായി പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിടുന്നു. അതിനുള്ള കാരണം എന്താണ്? BJPക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി കോടികൾ കൊടുത്ത ഒരു മാപ്പ് സാക്ഷിയുടെ വാക്കുബലം മാത്രമാണ് നിലവിൽ. കോടതികളിലേക്ക് തെളിവുകൾ എത്തിയിട്ടേയില്ല. സംഭ്രമജനകമായി എന്തൊക്കെയോ ഉണ്ട് എന്ന് പറയുന്നതല്ലാതെ ആധികാരികമായി പറയുന്നു കോടതികളിലേക്ക് തെളിവിന്റെ അരക്കഴഞ്ചെത്തിയിട്ടില്ല. നെറികെട്ട കോട്ട എന്ന് പറയുന്നത് തെറിയാണോ രാജു പി നായർ? അല്ല, അത് ശരിയല്ല കേട്ടോ. എനിക്കെന്തായാലും ചിരിയാണ് വരുന്നത്. ഈ അവസാനത്തെ അടവ് ഇല്ല, താങ്കൾ അത് തിരുത്തി. ഇല്ല, ബി ഗോപാലകൃഷ്ണൻ, താങ്കൾ അത് പറഞ്ഞു തിരുത്തി. താങ്കൾ അത് പറഞ്ഞത് വിശദീകരിച്ചു. എന്റെ രാജ്യത്തിന്റെ ചോദ്യമാണ്. ഇല്ല, ബി ഗോപാലകൃഷ്ണൻ, താങ്കൾ അത് ശരി, താങ്കൾ അത് പറഞ്ഞ് എന്നെ പറയാവുന്ന പള്ളും ഭർസനങ്ങളും പറഞ്ഞ് വാവിട്ട വാക്ക് പറഞ്ഞ് താങ്കൾ അത് വിശദീകരിച്ചു താങ്കളുടെ എന്താണ് സ്വതസിദ്ധമായ ഭാഷയിൽ. ഇനി രാജു പി നായർ പറയട്ടെ. രാജു പറയൂ. അല്ല, ഹാഷ്മി, രാഹുൽ ഗാന്ധി എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് സത്യത്തിന്റെ വെളിച്ചത്തിലാണ്. അദ്ദേഹത്തിന്റെ ഉള്ള സെൽഫ് കോൺഫിഡൻസ് ആണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര. അതുകൊണ്ടാണ് ഒരു മനുഷ്യന് 4080 കിലോമീറ്റർ നടക്കാൻ കഴിയുന്ന ആർജവം ഉണ്ടാവുന്നത് അതിൽ നിന്നാണ്. അതുകൊണ്ട് ഒരു നേതാവിന്റെ ഉയർച്ച തന്റെ തളർച്ചയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാള് ചെയ്ത പരിപാടിയാണ് ഇന്ന് പൊളിഞ്ഞത്. ഒന്ന്, പിന്നെ അങ്ങ് നെറികേട് എന്ന് പറയുന്ന വാക്ക് BJPയുടെ രാഷ്ട്രീയവും നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയുടെയും ശരിയായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തെയാണ് നിങ്ങൾ നെറികേട് എന്ന് പറഞ്ഞത്. അത് വസ്തുതാപരമാണ്. കാരണം നെറികേട് മാത്രം കൊണ്ട് നടക്കുന്ന ഒരു പ്രധാനമന്ത്രിയല്ലേ നരേന്ദ്രമോദി. ആ നെറികേടിനെതിരെ ആ വാക്ക് അവരുടെ ശരിയായിട്ടുള്ള അവരുടെ ഇമേജ് പുറത്തേക്ക് കാണിക്കുന്ന വാക്ക് ഉപയോഗിക്കുമ്പോ ഗോപാലകൃഷ്ണൻ വലിയ ഇതൊക്കെ വരും. ഇന്നലെ എനിക്ക് അതൊന്നും പറയുന്നില്ല. തെണ്ടിത്തരം എന്ന് വരെ അല്ല രാജു പി നായർ, നെറുകേടി ഞാൻ ഈ BJPയുടെ പങ്കിനെ കുറിച്ച് ഞാൻ പറയുന്നതേ ഇല്ല. നമ്മുടെ മുന്നിലുള്ള രാജു പി നായർ നമ്മുടെ മുന്നിലുള്ള വസ്തുതകൾ വെച്ച് നമ്മുടെ മുന്നിലുള്ള ഈ പറയുന്ന ആന തെളിവുകളുണ്ട്. ഏറ്റവും ഒടുവിൽ പറയുന്ന ഖാലിസ്ഥാനികളുടെ പണം വാങ്ങിച്ച രാജ്യദ്രോഹിയാണെന്ന് പറയുകയാണ്. എന്തെങ്കിലും തെളിവ് എവിടെയെങ്കിലും ഉണ്ടോ? ആരെങ്കിലും കണ്ടതുണ്ടോ? വെറുതെ എന്താണ് ഉണ്ടയില്ല ഇവിടെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് നെറുകേടെന്നല്ലേ പറയേണ്ടത്? ഞാൻ പറയുകയാണ് അങ്ങ് ഹാഷ്മി അതാ പറഞ്ഞത്. അങ്ങ് പറഞ്ഞില്ല, ഞാൻ പറയാണ് നരേന്ദ്രമോദി നെറികേടാണ്, നെറികെട്ടവനാണ് നരേന്ദ്രമോദി. അത് ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യം മുതൽ ഇങ്ങോട്ടേക്കുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ മുഴുവൻ കേട്ടാൽ അറിയാം. നെറികേടിന്റെ മൂർത്തിയാണ്, പ്രതീകമാണ് നരേന്ദ്രമോദി. ഈ രാജ്യത്തെ സാമ്പത്തിക നീതിയെ കുറിച്ച് പറയുമ്പോൾ ഒരു ഇസ്ലാമോഫോബിയക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന് നെറികേട് എന്നല്ലാതെ എന്തു പറയും? ഈ രാജ്യത്തെ പാവപ്പെട്ട മനുഷ്യന്റെ മുഴുവൻ സ്വർണം തന്റെ ഭരണകാലയളവിൽ 5 ഇരട്ടി കൊണ്ടുപോയി പണയം വെക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയിട്ട് കോൺഗ്രസ് വന്നാൽ നിങ്ങളുടെ മംഗലസൂത്രം എടുത്തുകൊണ്ട് പോകും എന്ന് പറയുന്ന നെറികേടിനെ എങ്ങനെ ഇത് ചെയ്യണം? ഞങ്ങൾ ഒരിക്കലും അഴിമതിയെ കുറിച്ച് അന്വേഷിക്കുന്നതിനോ അഴിമതിക്കെതിരെ നടപടിയെടുക്കുന്നതിനോ എതിരല്ല. പക്ഷെ ഞങ്ങൾ എന്താ ഈ പറഞ്ഞത്? അരവിന്ദ് കെജ്രിവാളിന്റെയും ഹേമന്ത് സോറന്റെയും അറസ്റ്റിന്റെ കാര്യത്തിൽ ഞങ്ങൾ പറഞ്ഞത് ഇത് ഏകാധിപത്യ സ്വഭാവത്തോടുകൂടി തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ കക്ഷികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കാണിക്കുന്ന നെറികേടാണ്. ആ നെറികേട് ഇന്ന് കോടതിയുടെ മുന്നിൽ തെളിഞ്ഞു. അത് നെറികേടാണ്. നെറികെട്ട കോട്ടയിലേക്ക് എത്തിയത് എത്രമാത്രം ഇവിടെ സൂചിപ്പിച്ചല്ലോ. എന്തൊക്കെ ഇന്ന് അവസാനം കൊണ്ടുപോയിട്ട് ഒരു അഫിഡവിറ്റ് കൂടി കൊടുത്തു. ആലോചിച്ച് നോക്കൂ, പ്രമേഹം രാജു പി നായർ ആലോചിച്ച് നോക്കൂ. ഡയബറ്റിക് രോഗി അരവിന്ദ് കെജ്രിവാൾ ജാമ്യം കിട്ടി വീട്ടിൽ പോകാൻ ജയിലിനകത്തിരുന്ന് മാങ്ങ കഴിക്കുകയാണ്. മാങ്ങ കഴിച്ച് ഡയബറ്റിക് കൂട്ടാൻ നോക്കുന്നു. നെറികെട്ട വാദമല്ലേ ശ്രീ രാജു പി നായർ? അതിന് നെറികേടെന്നല്ല പിന്നെ എന്താണ് വിളിക്കേണ്ടത്? അതാ പറഞ്ഞത് ഈ നെറികേടാണ് ഈ ബിജെപിയുടെ സർക്കാരിന്റെയും നരേന്ദ്രമോദിയുടെയും ഏറ്റവും അടിസ്ഥാനപരമായ ഏറ്റവും ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം ഈ നെറികേടാണ്. ആ നെറികേട് നരേന്ദ്രമോദി അയാളുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കം മുതൽ കാണിച്ചു പോന്നിട്ടുള്ളതാണ്. സ്വന്തം പാർട്ടിക്കകത്തും പുറത്തും കാണിച്ചിട്ടുള്ള ആളാണ്. ഒരു തെരഞ്ഞെടുപ്പിനെ മുഴുവൻ ഈ രാജ്യത്തെ സ്ഫോടനാത്മകമായ രീതിയിൽ എന്തും പറഞ്ഞാണെങ്കിലും തെരഞ്ഞെടുപ്പ് ജയിക്കണം എന്നുള്ള നെറികേട് കാണിക്കുന്ന ഒരാളാണ്.
അദാനിയും അംബാനിയുടെ പണം ഉൾപ്പെടെ മുഴുവൻ കാര്യങ്ങൾക്ക് നിന്ന ആള് ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി അദാനിയും അംബാനിയും കള്ളപ്പണക്കാരാണെന്ന് പറയും. എങ്ങനെ? താൻ തന്നെ കള്ളപ്പണം ഇല്ലാതെയാക്കാൻ വേണ്ടി ഈ രാജ്യത്ത് നോട്ട് നിരോധനം നടത്തി ഇവിടുത്തെ കോടിക്കണക്കിന് മനുഷ്യരെ ഈ അവരുടെ മുതുകൽ ചവിട്ടിക്കൊണ്ട് ഒരു സാമ്പത്തിക വിപ്ലവം നടത്തി കള്ളനോട്ട് ഇല്ലാതെയാക്കി എന്ന് പറയുന്ന അതേ മനുഷ്യൻ ആ നെറികേട് പറയും. എന്ത്? അദാനിക്കും അംബാനിക്കും കള്ളപ്പണമുണ്ട്, അങ്ങനെ പോയി അന്വേഷിക്കുക. അപ്പൊ അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള അധികാരം കയ്യിലുള്ള അതും ചെയ്യില്ല. അത് മറ്റൊരു നെറികേട്. ആ നെറികേട് എന്നിട്ട് അരവിന്ദ് കെജ്രിവാളിന്റെ വേളയിൽ കാണിക്കും, അതും നെറികേട്. അതുകൊണ്ട് ഇവരുടെ ആത്യന്തികമായ ഇവരുടെ സ്വഭാവം രാഷ്ട്രീയം നെറികേടാണ് ഹാഷ്മി. അതല്ലാതെ നേരിന്റെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരാൾക്കും നരേന്ദ്രമോദിയെ ഈ രാജ്യത്തിന്റെ പോരാട്ടം അതാണ്. പോരാട്ടം അതാണ്. നെറികേടിനെതിരെയുള്ള നേരിന്റെ പോരാട്ടമാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി നവീൻജി, ഇവിടെ എന്താണ് രാമക്ഷേത്രത്തിന്റെ പേരിൽ പ്രധാനം നരേന്ദ്രമോദി വോട്ട് പിടിക്കുമ്പോൾ നാളെ ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അരവിന്ദ് കെജ്രിവാൾ. അതിനുശേഷം 1 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്നാണ് പറയുന്നത്. ഇവിടെ ഖാലിസ്ഥാൻവാദികളിൽ നിന്ന് എത്രയോ കോടികൾ, ശതകോടികളൊക്കെ ഏതോ ഹോട്ടലിൽ പോയി ഇന്ന് രഹസ്യ സന്ദർശനം നടത്തി എന്നുള്ള ഒരു സംഭ്രമജനകമായ എന്തോ കാര്യമൊക്കെ പറഞ്ഞ് ലഫ്റ്റനന്റ് ഗവർണർ കേസെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നവീൻജി, ഉറപ്പുണ്ടോ നാളെ 1 മണിക്ക് അരവിന്ദ് കെജ്രിവാൾ മീഡിയയെ കാണുമെന്ന്? എന്നെ കസ്റ്റഡിയിലെടുക്കലെന്ന് ഉറപ്പുണ്ടോ നവീൻജിക്ക്? എന്നെ അങ്ങനെ കസ്റ്റഡി എടുക്കാൻ പോവുകയാണെങ്കിൽ ആദ്യം കസ്റ്റഡി എടുക്കേണ്ടത് ആരെയാണെന്ന് ഞാൻ തെളിവ് സഹിതം പറഞ്ഞു തരാം. ഇവരാരോപിക്കുന്നത് എന്തുവായിരുന്നു ആ കേസിൽ, ഖാലിസ്ഥാൻ കേസിൽ പന്നു എന്ന് പറയുന്ന ഒരു ഖാലിസ്ഥാൻ നേതാവിൻ്റെ ഒരു വെളിപ്പെടുത്തലാണ് പറയുന്നത്. അതായത് ബുച്ചറെ പുറത്തിറക്കാനായിട്ട് 130 കോടിയോളം രൂപ അരവിന്ദ് കെജ്രിവാൾ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ പരാതി കൊടുത്തേക്കുന്ന ആരാണ്? കേസിന്റെ സത്യം യാഥാർത്ഥ്യം ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് നോക്കിയാണോ? അങ്ങനെ ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് നോക്കിയാണെങ്കിൽ മദ്യനയ കേസിൽ കെജ്രിവാളിനെതിരെ എന്തുകൊണ്ട് തെളിവ്? പിടിച്ചകത്തിടാനാണെങ്കിൽ ഇതൊന്നും വേണ്ടാന്നേ. അല്ല, ഇതിനകത്ത് ഒരു സത്യം അവിടെ അല്ല ഹാഷ്മി, ഇതിനകത്തൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം. കേജ്രിവാൾ ഇപ്പം ജയിൽ മോചിതനായിട്ട് വന്നിരിക്കുന്നത് ഒരിക്കലും മാപ്പ് എഴുതി കൊടുത്തിട്ടോ ഷൂ നക്കിയിട്ടോ ഒന്നുമല്ല. കേജ്രിവാൾ പോരാടിയാണ് വന്നിരിക്കുന്നത്. എന്തിനോടാണ് പോരാടിയേക്കുന്നത്? ഒരു പ്രത്യയശാസ്ത്രത്തോടാണ് പോരാടിയേക്കുന്നത്. ഏത് പ്രത്യയശാസ്ത്രമാണത്? അത് ബ്രിട്ടീഷ് പാദസേവയുടെ അഴുക്ക് ചാലിൽ പ്രചരണം ചെയ്ത പ്രത്യയശാസ്ത്രമാണ്. ആ പ്രത്യയശാസ്ത്രത്തോട് പോരാടിയാണ് കേജ്രിവാൾ മുമ്പോട്ട് വന്നിരിക്കുന്നത്. കെട്ടുകഥകൾ കൊണ്ട് കള്ളക്കഥകൾ കൊണ്ട് നടക്കുന്ന പ്രത്യയശാസ്ത്രത്തോട്, കള്ളക്കഥകൾ കൊണ്ട് ചരിത്രബോധത്തെയും ജനാബോധത്തെയും അപമാനിക്കുന്ന പ്രത്യയശാസ്ത്രത്തോട് പോരാടിക്കൊണ്ട്, ജനാധിപത്യത്തെ ഇല്ലാതാക്കാൻ നോക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തോട് പോരാടിക്കൊണ്ട്, മോദി എന്ന ഏകാധിപതിക്കെതിരെ പോരാടിക്കൊണ്ടാണ് കേജ്രിവാൾ ജയിലിൽ നിന്ന് ജനമധ്യത്തിലോട്ട് ഇറങ്ങി വന്നിരിക്കുന്നത്. അത് നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് യാത്രയക്കാനുള്ള ഒരു വരവ് തന്നെയാണ്. നേരത്തെ ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞ ആ ഒരു ഇതിഹാസങ്ങളുടെയൊക്കെ ഭാഷയിൽ പറയുകയാണ് എങ്കിൽ ഞാൻ കൃത്യമായിട്ട് പറയാം. ജന്മാഷ്ടമി ദിനത്തിൽ പൂജാതനായവൻ കംസ നിഗ്രഹത്തിനായിട്ട് ജയിലറ ഭേദിച്ച് പുറത്തു വന്നിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെ പുറത്തു വന്നിരിക്കുന്ന കേജ്രിവാളാണ്. നിങ്ങൾ എന്ത് തന്ത്രം വേണമെങ്കിലും ഉപയോഗിച്ചുകൊള്ളൂ, നിങ്ങൾ എന്ത് കള്ളക്കഥകൾ വേണം ഉപയോഗിച്ചുകൊള്ളൂ. ഇപ്പൊ ഹാഷ്മി പറഞ്ഞ കാര്യത്തിന്റെ ഒരു വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ ബുച്ചറെ പുറത്തിറക്കാനായിട്ട് കഴിഞ്ഞ 26-ാം തീയതി നവംബർ മാസം 26-ാം തീയതി ഒരു കത്തുമായിട്ട് ഒരു വ്യക്തി ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേന എടുത്ത് വന്നു. ആ വ്യക്തിയുടെ പേര് RP സിംഗ് എന്നാണ്. ആ RP സിംഗ് എന്ന് പറയുന്നത് BJPയുടെ സ്പോക്ക് പേഴ്സൺ ആണ്, മുൻ MLA ആണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആർട്ടിക്കിൾ 161 പ്രകാരം ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിൽ ബുച്ചറെ പുറത്തു വിടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ കത്ത് കൊടുത്തേക്കുന്നത് BJPയുടെ വക്താവാണ് കൊണ്ടുവന്ന് വിനയ് കുമാർ സക്സേനയെ കത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ പൈസ വാങ്ങിയത് ആരാന്ന് ഇവർ അന്വേഷിക്കട്ടെ, NIA അന്വേഷിക്കട്ടെ. പൈസ വാങ്ങിയത് നരേന്ദ്രമോദിയാണോ അമിത്ഷായാണോ JP നദ്ദയാണോ എന്ന് NIA അന്വേഷിക്കട്ടെ. പിന്നെ BJPയുടെ ഭയം അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ശ്രീ ഗോപാലകൃഷ്ണൻ ഒരു ചിരിയോടുകൂടി ഭയത്തെ മറയ്ക്കാൻ ശ്രമിച്ചുവെങ്കിലും പിന്നീട് പുള്ളിയുടെ ഭാഗത്തു നിന്ന് വന്ന ആ ക്ഷോഭ പ്രകടനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായി BJP എന്തോരം ഭയപ്പെട്ടിരിക്കുന്നു അരവിന്ദ് കെജ്രിവാൾ ജയിലറകളിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നു. ഇത് BJPയുടെ ഭരണത്തിന്റെ അന്ത്യം കുറിക്കാനുള്ള വരവാണ് എന്ന് BJPക്ക് ബോധ്യമുണ്ട്. ഇനി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളുടെ ഫേസുകൾ തന്നെ നമ്മളൊന്ന് നോക്കിയാൽ മതി. ഇനി നടക്കാൻ പോകുന്ന പ്രധാന ഫേസുകളിൽ ഹരിയാനയും ഡൽഹിയും പഞ്ചാബും ഹിമാചൽ പ്രദേശും ചണ്ഡീഗഡ് എടുക്കുകയാണെങ്കിൽ ഏകദേശം 35ഓളം സീറ്റുകളുണ്ട്. ആ 35 കഴിഞ്ഞ തവണ 24 സീറ്റുകൾ BJP നേടിയതാണ്. ആ 24 സീറ്റുകളും BJPക്ക് നഷ്ടപ്പെടാൻ പോകുകയാണ്. ജനഹൃദയത്തിലോട്ടാണ് അരവിന്ദ് കെജ്രിവാൾ ഇറങ്ങി വന്നിരിക്കുന്നത്. ആ ജനങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇവർ തകർക്കാൻ ശ്രമിച്ചെടുത്തു നിന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിജയമായിട്ട്
മാറാൻ പോവുകയാണ്. ജനാധിപത്യത്തെ ഇല്ലാതാക്കാൻ പോകുന്നവരുടെ അവസാനം കുറിക്കാൻ പോകുന്ന ഒരു വരവാണ്. ഇവരെന്ത് തന്ത്രം വേണമെങ്കിലും ഉപയോഗിച്ചോട്ടെ ഹാഷ്മി, ഇവർ ഉപയോഗിക്കാത്ത തന്ത്രങ്ങളുണ്ടോ? നേരത്തെ ഹാഷ്മി തന്നെ സൂചിപ്പിച്ചില്ല, അക്ഷൗണിപ്പടയെ കോടതിയിൽ നിർത്തിയ കഥ ഹാഷ്മി തന്നെ പറഞ്ഞില്ലേ. ഇവരെല്ലാ തന്ത്രവും ഉപയോഗിച്ചോട്ടെ, പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾ ഇത് കാണുന്നുണ്ട്, ജനങ്ങൾക്ക് ബോധമുണ്ട്, ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. കേജ്രിവാൾ ഇല്ലാതെ തന്നെ നാളെ കേജ്രിവാൾ ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ഹനുമാൻ ചാലീസ ഉറക്ക ചൊല്ലിക്കൊണ്ടാകും നാളെ മാധ്യമങ്ങളോട് സംസാരിച്ചു തുടങ്ങുന്ന അരവിന്ദ് കെജ്രിവാൾ. നോക്കിക്കോ, അതാ ആം ആദ്മി പാർട്ടി പ്രതിനിധി പറയുകയാണ്, കംസ നിഗ്രഹത്തിന് അവതാരം പൂണ്ട ശ്രീകൃഷ്ണനാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുകയാണ്. എന്തായാലും അരവിന്ദ് കെജ്രിവാൾ പാകിസ്ഥാൻ ഏജന്റാണെന്ന് പറയാൻ കഴിയില്ല, അരവിന്ദ് കെജ്രിവാൾ മുസ്ലിമാണെന്ന് പറയാൻ കഴിയില്ല, അരവിന്ദ് കെജ്രിവാൾ ചൈനീസ് ഏജന്റാണെന്ന് പറയാൻ കഴിയില്ല. പെട്ടോ നിങ്ങൾ ശ്രീ ബി ഗോപാലകൃഷ്ണൻ? ഞാൻ ഒരിക്കൽ കൂടെ ഉറക്കച്ചിരിക്കുക. പിന്നെ ഞാൻ 2-3 കാര്യങ്ങൾ പറഞ്ഞോട്ടെ, മറുപടി പറഞ്ഞോട്ടെ ഇവർക്കെല്ലാവർക്കും, ഇടപെടരുത്. ഒന്നാമത്തെ കാര്യം, ഈ മഞ്ഞപ്പിത്തം ബാധിച്ച ആളുകൾക്ക് നാട്ടിൽ ആരെ കണ്ടാലും മഞ്ഞപ്പിത്തം എന്ന് തോന്നും. അതേപോലെ നെറുകേട് മാത്രം നടത്തി ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരുടെ അന്നമാണ് നെറുകേട്. ആ അന്നത്തിനു വേണ്ടി അവർ നാട്ടുകാരുടെ സപ്പോർട്ടൊക്കെ കിട്ടാൻ വേണ്ടി കാണിക്കുന്ന കുറേ നെറുകെട്ട ഏർപ്പാടുകളും നെറുകെട്ട ഭാഷയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ നടത്തുന്ന ഈ വാചാടോപങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, പറയുന്നവരാണ് നെറുകെട്ടവർ. അവർ പാകിസ്ഥാനിൽ പോയിരുന്ന് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കും. അവർ പാകിസ്ഥാനോട്, ഇന്നൊരു നേതാവ് മണിശങ്കർ പറഞ്ഞില്ലേ കോൺഗ്രസിൻ്റെ, പാകിസ്ഥാനോട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകണം, ഇല്ല അവർ ബോംബിടും, പാകിസ്ഥാനുമായിട്ട് അവരുടെ മുമ്പിൽ മാപ്പ് പറയണം എന്ന് പറയും. കോൺഗ്രസിൻ്റെ നേതാവിനോട് ഞാൻ കാണിച്ചു കൊടുക്കുകയാണ്, കുറേ നാളായി നിങ്ങൾ വിദ്വേഷത്തിൻ്റെ പ്രസംഗം നടത്തി എന്ന് പറഞ്ഞത്. നിങ്ങളുടെ നേതാവുണ്ടല്ലോ, അങ്ങനെ മധ്യപ്രദേശിലെ മുൻ ലോക്സഭാ അംഗവും മന്ത്രിയായിരുന്ന കാന്തിലാൽ ദുര, ആ കാന്തിലാൽ ദുരയുടെ സ്റ്റേറ്റ്മെൻറ്റാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മാധ്യമം വെളിയിൽ വിട്ടത്, ബി ഗോപാലകൃഷ്ണൻ വിട്ടതല്ല. ഞാൻ വായിച്ച് കേൾപ്പിക്കാം. 24 വിടാൻ ചാൻസ് ഇല്ല. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അക്കൗണ്ടുകളിലേക്ക് 1 ലക്ഷം രൂപ വീതം ലഭിക്കും. 2 ഭാര്യമാരുള്ളവരും കൂടുതൽ കുട്ടികളുമുള്ളതുമായ മുസ്ലിം സമൂഹത്തിന് 2 ലക്ഷം കൊടുക്കും. കിടക്കുന്നു വാർത്ത, കണ്ടോളൂ. അപ്പോൾ ഇതൊക്കെ പറയാം, ഇതൊന്നും പറയുന്നതിന് ഒരു കുഴപ്പമില്ല. ഞങ്ങളും മിണ്ടാൻ പാടില്ല, ഞങ്ങൾ സംസാരിക്കാൻ പാടില്ല. ഇവിടെ ഭയങ്കര അക്ഷൗണിപ്പടയെപ്പറ്റി പറഞ്ഞു. സുഹൃത്തെ, സുപ്രീം കോടതിയിൽ ഒരാൾക്ക് വേണ്ടി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 3 വക്കീലുമാർ രംഗത്ത് വന്നത് അപൂർവമായ സംഭവമാണ്. അക്ഷൗണിപ്പടയുടെ കാര്യമാണല്ലോ താങ്കൾ പറഞ്ഞത്. ആ ഗവൺമെൻറ്റിന് അക്ഷൗണിപ്പടയൊന്നുമില്ല, അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നതാണ്. പക്ഷേ ഒരു വാദിക്ക് വേണ്ടി ഈ സുപ്രീം കോടതിയിലെ പ്രഗത്ഭരായ 3 പേരാണ് കേജ്രിവാളിന് വേണ്ടി ഹാജരായത്. അത് താങ്കൾ ആദ്യം മനസ്സിലാക്കുക. പിന്നെ താങ്കൾ ഈ പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ ഒരു തെറ്റും ചെയ്യാതെ ചങ്ങാതി സിസോദിയെ കടന്നിട്ട് 1 വർഷമായി. ഇതേ കോടതിക്ക് ഒരു തെളിവുമില്ലെങ്കിൽ സിസോദിയെ ജാമ്യം കൊടുത്തൂടെ? സിസോദിയുമായി ബന്ധപ്പെട്ട കേസല്ലേ കേജ്രിവാളിൻ്റെ കേസ്, അല്ലാതെ കേജ്രിവാളിൻ്റെ കേസ് വേറെ കേസാണ്. ഇന്ത്യ കണ്ടതിൽ വെച്ച് രാഹുൽ ഗാന്ധിയൊക്കെ ഭേദമാണ്. ഇന്ത്യ കണ്ടതിൽ വെച്ച് ലോക ഗജ ഫ്രോഡാണ്, കള്ളൻ, പെരുങ്കള്ളനാ ഈ കേജ്രിവാൾ. വിടൂല ഞങ്ങളിപ്പോൾ എന്ത് അവനങ്ങട് കുറിയ മനുഷ്യൻ അവരുടെ നേതാവിനെ കള്ളൻ എന്നൊക്കെ വിളിക്കുമ്പോ അവരുടെ നേതാവിനെ കള്ളൻ എന്ന് വിളിക്കുമ്പോൾ അവിടെ ധാർമ്മിക രോഷം ഉണ്ടാവില്ല. അങ്ങനെ എഴുതിയാൽ മതി. ഒരു കള്ളക്കൂട്ടത്തിന്റെ പ്രതിനിധി ഇവിടെ വന്നിരുന്നത് ഒരു സത്യസന്ധനായ നേതാവിനെ കള്ള എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പ്രതികരിക്കാതിരിക്കണോ? അല്ല, ഒരു മിനിറ്റ് നിർത്താൻ പറയുന്നുണ്ടോ? അയാളോട് നിർത്താൻ പറയും. മിണ്ടാണിക്ക മിസ്റ്റർ, ഒരു മര്യാദ കാണിക്കും നിങ്ങൾ. ഞാൻ സംസാരിക്കുന്നതല്ലേ, മിണ്ടായിരിക്കെ. BJPയുടെ നേതാവും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും നെറുകെട്ടവനാണെന്ന് ഈ നെറുകേട് മാത്രം വിളിച്ചു വരുന്ന ഈ കോൺഗ്രസിൻ്റെ നെറുകെട്ടവനായ പ്രതിനിധി ഇവിടെ വന്ന് സംസാരിച്ചപ്പോൾ എന്താ മിസ്റ്റർ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉപയോഗിച്ച വാക്ക് ഉപയോഗിക്കുന്നില്ല, നിങ്ങളുടെ വായിലെന്താ പുട്ടായിരുന്നോ? ആ സമയത്ത് ഞാൻ സംസാരിച്ചില്ലല്ലോ, ഇവിടെ സംസാരിച്ചില്ലേ പ്രധാനമന്ത്രി നെറുകെട്ടവനാണ്?
നിങ്ങൾ സംസാരിച്ചോ? ബി ഗോപാലകൃഷ്ണൻ, അപ്പൊ അങ്ങയുടെ നിങ്ങൾ നേതാവ് ചെയ്യുവോ? അങ്ങയുടെ അതെ. നേതാവ് ഞാൻ നെറികെട്ടവനാണെന്ന് ഒന്നും പറഞ്ഞപ്പോൾ പറയാം. പ്രതികരിക്കായിരുന്നു അങ്ങയുടെ വായിൽ പുട്ടായിരുന്നോ ഗോപാലകൃഷ്ണൻ? ഫ്രോഡ്. ബി ഗോപാലകൃഷ്ണൻ, അങ്ങയുടെ നേതാവ് നെറികെട്ടവനാണെന്ന് രാജീവ് പി നായർ പറഞ്ഞപ്പോൾ മിണ്ടാതിരുന്ന അങ്ങയുടെ വായിലായിരുന്നോ പുട്ട്? ഇത് പറയാൻ നമുക്കും അറിയാലോ ഈ വാക്കൊക്കെ. നിങ്ങളാണ് ചെയ്യേണ്ടത്. ഞാനാണോ ചെയ്യേണ്ടത്? അങ്ങല്ലേ സാർ, അങ്ങയുടെ നേതാവിനെ പറ്റി പറഞ്ഞതാണ്. നിങ്ങളാണ് ചെയ്യേണ്ടത്. സാർ, അങ്ങയുടെ നേതാവിനെ പറ്റി പറഞ്ഞതാണ്. ഇപ്പൊ നവീൻജിയുടെ നേതാവിനെ പറ്റി അങ്ങ് കള്ളൻ എന്ന് പറഞ്ഞപ്പോൾ നവീൻജി ഇടപെട്ടതുപോലെ അങ്ങയുടെ നേതാവ് നെറുകെട്ടവനാണെന്ന് രാജീവ് പി നായർ രാഷ്ട്രീയം പറഞ്ഞപ്പോൾ അങ്ങ് മിണ്ടാതിരുന്നത് അങ്ങയുടെ വായിൽ പുട്ടായതുകൊണ്ടാണോ? ആ യുക്തിപ്രകാരം അവിടെ പുട്ടും പഴം അവിടെ ഇരിക്കട്ടെ. മറുപടി പറ. എന്റെ മാന്യത കാണിച്ചു. സാർ, പുട്ടും പഴമൊക്കെ അവിടെ ഇരിക്കട്ടെ, അങ്ങ് മറുപടിയിലേക്ക് വാ. കാണിച്ചപ്പോ നിങ്ങൾ അതിന് കൈയടിച്ചു. സാർ, പുട്ടും പഴം അവിടെ ഇരിക്കട്ടെ, അങ്ങ് മറുപടിയിലേക്ക് വാ. വേണം മിസ്റ്റർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഗജ ഫ്രോഡ്, ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഗജ ഫ്രോഡാ ഈ കെജ്രിവാള്. അവനെ ഞങ്ങൾ വെറുതെ വിടൂല. നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകും. അയാൾ തെറ്റൊന്നും ചെയ്തില്ലേ, കോടതി വെറുതെ വിടും. ഇന്ന് അന്വേഷണ ഏജൻസിയുടെ മുമ്പിൽ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് സിസോദിയ 1 വർഷം കിടക്കുന്നത്. സിസോദിയ തെറ്റ് ചെയ്യാതെ സുപ്രീം കോടതി 1 വർഷം ഇടുവോ? ഉത്തരം പറയാ. സിസോദിയുമായി ബന്ധപ്പെട്ട വെല്ലുവിളിക്കാൻ ബി ഗോപാൽ ഒരു തെളിവ് പുറത്തു കാണിക്കോ? വെല്ലുവിളിക്കാൻ നിങ്ങൾക്ക് പറയാനില്ല. സാർ, വെല്ലുവിളിക്കാൻ താങ്കൾ ഈ പറയുന്ന ആത്മവിശ്വാസത്തിന് അടിസ്ഥാനമായി തെളിവിന്റെ ഒരൊറ്റ പേപ്പർ കാണിക്കാവോ സിസോദിക്കെതിരെ? എന്റെ പൊന്ന് ചങ്ങാതെ, ഒരു തെളിവുമില്ല, 1 വർഷം ജയിലിൽ കിടക്കോ? അല്ല, തെളിവുണ്ട്. നിങ്ങൾ ഏത് ലോകത്താ? ഞാൻ സാർ, അഭിഭാഷകനായ അങ്ങ് ഒരു മര്യാദ സംസാരിക്കും. സാർ, അഭിഭാഷകനായ അങ്ങക്ക് ഒരൊറ്റ പേപ്പർ കാണിക്കാവോ? ആ പൊട്ടന്മാർക്ക് പോലും മനസ്സിലാവും. അഭിഭാഷകനായ അങ്ങക്ക് ഒരൊറ്റ പേപ്പർ കാണിക്കാവോ? സുപ്രീം കോടതിയിൽ പലയാവർത്തി ജാമ്യ ഹർജി വന്നതല്ലേ, പലയാവർത്തി അഫിഡവിറ്റുകൾ വന്നതല്ലേ, പലയാവർത്തി സത്യവാങ്മൂലങ്ങൾ വന്നതല്ലേ? ഒരൊറ്റ തെളിവ് കാണിക്കാവോ? ഇതിനേക്കാൾ നല്ല ഒരൊറ്റ തെളിവ് കാണിക്കാവോ ഗോപാലകൃഷ്ണ? ഇതിനേക്കാൾ നല്ല ഒരൊറ്റ തെളിവിന്റെ ഒരു കീറക്കഷ്ണം കാണിക്കാവോ? അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ വരെ വേലയ്ക്ക് ഒരു തെളിവിന്റെ കീറക്കഷ്ണം കാണിക്കാൻ കഴിയുമോ? കഴിയില്ല ഗോപാലകൃഷ്ണൻ. കാരണം എന്താണ്? അങ്ങനെ ഒരു സാധനം ഇല്ല, അതുകൊണ്ടാണ്. ഒരു തെളിവില്ല, അത് 1 വർഷം കിടക്കോ? സാർ, തെളിവുണ്ടെന്ന് സമ്മതിക്കാം, ഓക്കെ. അഭിഭാഷകനായ അങ്ങ് ബി ഗോപാലകൃഷ്ണൻ, അഭിഭാഷകനായ അങ്ങയോട് ഞാൻ ചോദിക്കുന്നു, സാർ, ക്യാപ്സൂൾ തരേണ്ട, ഒന്നും വരില്ല, കാര്യം ഒന്നുമില്ല, തെളിവില്ല. അതുകൊണ്ടാണ് അങ്ങ് ഫോണിലേക്ക് ആകാംക്ഷാപൂർവ്വം അങ്ങയുടെ സൈബർ സെല്ലിൽ നിന്ന് അയക്കുന്ന തെളിവ് നോക്കണ്ട. തെളിവ് വരില്ല, തെളിവില്ല. തിരികെ എത്തും ഇടവേളയ്ക്ക് ശേഷം. കോട്ടും സൂട്ട് വിട്ട് വന്നിരുന്നാൽ പരമപുച്ഛ ഞങ്ങള് ആട്ടേണ്ടി വരും. സാർ, തെളിവില്ലാത്തതിന് സാർ, അങ്ങയുടെ വാക്കുകളുടെ വയറിളക്കം തെളിവുണ്ടോ എന്ന് ചോദിച്ചതിലെ രോഷമാണ്. തെളിവില്ല സാർ, അതാണ് കാര്യം. അതിന് അങ്ങ് എത്രമാത്രം കിടന്ന് അങ്ങ് എത്രമാത്രം രോഷം കൊണ്ട് പൂണ്ട് വിളയാടിയാലും തെളിവില്ല എന്ന് പറഞ്ഞാൽ തെളിവില്ല. ഞാൻ പിന്നെ വെല്ലുവിളിക്കുകയാണ്. തെളിവിന്റെ ഒരു കീറക്കഷ്ണം കാണിക്കോ? തെളിവിന്റെ ഒരു കീറക്കഷ്ണം കാണിക്കോ? എടോ, ഞാൻ തന്നെ വെല്ലുവിളിക്കാം. സാർ, തെളിവിന്റെ ഒരു കീറക്കഷ്ണം കാണിക്കോ? 1 വർഷം ജയിലിൽ കിടക്കോ സിസോദിയ? ഞാൻ PMLA നിയമം അങ്ങേക്ക് അയച്ചു തരാം. തെളിവില്ലാണ്ടാണോ? താങ്കൾ പറഞ്ഞ ചോദ്യത്തിന് PMLA നിയമം അങ്ങേക്ക് അയച്ചു തരാം. അങ്ങേക്ക് മറുപടിയാവും. ഇടവേള. തെളിവില്ലാതെയാണോ ജയിലിൽ കിടക്കുന്നത്? അതെ സാർ, PMLA നിയമം ആയതുകൊണ്ടാണ്. ഇടവേള. ശ്രീ നവീൻ, താങ്കൾ ബി ഗോപാലകൃഷ്ണനെ ആദ്യമായി ചർച്ചയ്ക്കിരിക്കുക ആണെന്ന് തോന്നുന്നു. ബി ഗോപാലകൃഷ്ണൻ സംയമനത്തോടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളാണ്. ഇവിടെ പ്രശ്നം എന്താണ്? മനീഷ് സിസോദിയക്കെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ വരുമ്പോഴും ഏത് കോടതിയിൽ വരുമ്പോഴും പലയാവർത്തി ജാമ്യ ഹർജി വരുമ്പോഴും സത്യവാങ്മൂലം വരുമ്പോഴും തെളിവിൻ്റെ ഒരു കണിക പോലും ഇല്ല. അപ്പോൾ തെളിവിൻ്റെ ഒരു കീറക്കടലാസെങ്കിലും കാണിക്കുന്നു പറയുമ്പോൾ പ്രകോപിതനാവുന്നത് സ്വാഭാവികമാണ്. അത് ഗോപാലകൃഷ്ണന്റെ കുറ്റമല്ല. ശ്രീ നവീൻജി, അത് തീർച്ചയായിട്ടും അതിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. കയ്യിൽ യാതൊരു തെളിവുമില്ലാതെ ഇതാണ് കൈരേഖ കാണിക്കുന്ന ആ ഒരു സമ്പ്രദായത്തിൽ വിശ്വസിക്കുന്നവരുടെ മുമ്പിൽ അവർക്ക് അവസാനം അങ്ങനെ രോക്ഷം കൊള്ളാൻ മാത്രമേ സാധിക്കൂ. യാതൊരു തെളിവുമില്ല എന്നുള്ള വസ്തുതയാണ്. എന്താന്നുള്ളതും അതിൽ 2010 ജാമ്യാവകാശ അവിടെയാണ് കൃത്യമായിട്ടും എന്തായിരുന്നു സുപ്രീം കോടതി ജസ്റ്റിസ് ഖന്നയുടെ മുന്നിലോട്ട് കേസ് വന്നപ്പോൾ വന്നത്? ഇവര് 100 കോടിയുടെ ആരോപണം എന്ന് പറഞ്ഞ് 500 ദിവസങ്ങളിൽ 1000-ഓളം റെയ്ഡുകൾ നടത്തിയിട്ട് ഒരു തുണ്ട് പേപ്പറെങ്കിലും 1 രൂപയെങ്കിലും ഇവർക്ക് കണ്ടെത്താൻ സാധിച്ചു. പിന്നെ പറഞ്ഞു 45 കോടി രൂപ ഗോവ ഇലക്ഷനായിട്ട് ചെലവഴിച്ചു എന്ന് പറഞ്ഞു. സുപ്രീം കോടതി ജസ്റ്റിസ് ഖന്നയുടെ ബെഞ്ച് പറഞ്ഞു യാതൊരു തെളിവുമില്ലാത്ത ആരോപണമാണെന്ന് പറഞ്ഞു. 2 നിമിഷത്തെ വാദത്തിൽ തകർന്നു വീഴുമെന്ന് പറഞ്ഞു. എന്നാൽ ഈ
വിചാരണ കോടതിയിലേക്ക് ഇതെത്തുമ്പോൾ വിചാരണ കഴിയുന്നവരെ വിചാരണ തടവുകാരനായിട്ട് ഇടാനായിട്ട് PMLA നിയമത്തിന് സാധിക്കും എന്നുള്ളത് കൊണ്ട് അടിസ്ഥാനത്തിൽ ഇതൊരു അഴിമതിയായി PMLA ആക്ട് വായിച്ചു നോക്കിയാൽ തീരാവുന്ന സംശയമുള്ളൂ. ഞാൻ പറയുന്നുള്ളൂ. PMLA ആക്ട് വായിച്ചു നോക്കിയാൽ തീരാവുന്ന സംശയമുള്ളൂ. രാജുചേട്ടാ എന്താണ് ഹാഷ്മി എനിക്കൊരു 30 സെക്കൻഡ് തരണേ. PMLA ആക്ടിന്റെ സെക്ഷൻ 45 2018 കൊണ്ടുവന്ന അമെന്റ്മെന്റ് ആർക്ക് വായിച്ചാലും മനസ്സിലാവും. ഒരു കാര്യം പറയാൻ ഗോപാലകൃഷ്ണൻ, ഈ ആയുധം ഈ നിയമം അവിടെ തന്നെ കാണും. അപ്പുറം ഇരിക്കുന്ന നിങ്ങള് ഇപ്പറേ വരും, ഇവിടെ ഭരിക്കാൻ വരും. ഈ നിയമം അവിടെ തന്നെ കാണും. ഇത് നിങ്ങളെയും നാളെ ബാധിക്കാൻ പോകുന്ന നിയമമായി മാറുകയാണ്. ഇവിടെ നിന്ന് ഇതേ കരച്ചിൽ കരയുന്ന കാഴ്ച കാണിച്ചു തരാം. ശരി രാജു 30 സെക്കൻഡ്. Will be getting 2 lakhs. രാജു 30 സെക്കൻഡ്. എല്ലാ സ്ത്രീകൾക്കും 1 ലക്ഷം രൂപ വെച്ച് കൊടുക്കുമെന്ന കോൺഗ്രസിന്റെ എല്ലാ സ്ത്രീകൾക്കും 1 ലക്ഷം രൂപ വെച്ച് കൊടുക്കുമെന്ന കോൺഗ്രസിന്റെ ന്യായ് പദ്ധതിയെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ച മധ്യപ്രദേശിലെ സ്ഥാനാർത്ഥി കാന്തിലാൽ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം തമാശക്ക് പറഞ്ഞു, രണ്ട് നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ 2 ലക്ഷം മുസ്ലിം എന്നുള്ള വാക്ക് എവിടെയാ ഗോപാലകൃഷ്ണൻ ഉപയോഗിച്ചത്? എവിടെയാ മുസ്ലിം വാക്ക് ഉപയോഗിച്ചത്? ഗോപാലകൃഷ്ണൻ പൊളിഞ്ഞു. അത് പൊളിഞ്ഞു. മുസ്ലിം എന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് പൊളിഞ്ഞു. മുസ്ലിം എന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് മുസ്ലിം എന്ന് പറഞ്ഞു. അതിനകത്ത് മുസ്ലിം എന്ന് പറഞ്ഞിട്ടുണ്ടോ? മുസ്ലിങ്ങൾക്ക് കൂടുതൽ അല്ല മുസ്ലിം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതിനെ എവിടെ കിടക്കുന്നു? അതോ അപ്പൊ വ്യാഖ്യാനിച്ച അപ്പൊ ബി ഭാഷ വ്യാഖ്യാനിച്ച അപ്പൊ ഞാൻ നെറുകേടുന്ന വാക്ക് പറയുന്ന പ്രശ്നം. ഓക്കെ ബി ഭാഷ അപ്പൊ മുസ്ലിം എന്ന വാക്ക് അതിനകത്ത് ഇല്ല. ഗോപാലകൃഷ്ണൻ ആഡ് ചെയ്തല്ലേ? നെറുകേടുന്ന വാക്ക് ഞാൻ പറയുന്ന പ്രശ്നം. ഓക്കെ നമ്മുടെ സമയം എന്തായാലും നമുക്കെന്തായാലും ഇനി ഇരിക്കേണ്ടി വരും. നാളെ കെജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി കെജ്രിവാൾ 1 മണിക്ക് മാധ്യമങ്ങളെ കാണാൻ പോവുകയാണ്. ചില കാര്യങ്ങൾ കെജ്രിവാൾ പറയാൻ പോകുന്നു. അതിനു മുൻപ് കെജ്രിവാൾ ഡൽഹിയിൽ നടത്തിയ അന്നത്തെ ആ സമരത്തിൽ പറയുന്നുണ്ട്, കാലചക്രം ഉരുളും, അന്നും ഈ നിയമങ്ങൾ ഇവിടെ ഉണ്ടാകും, നിങ്ങൾ പ്രതിപക്ഷത്തും ഞങ്ങൾ ഭരണപക്ഷത്തും വരും, അന്നു കാണാം എന്നൊരു വെല്ലുവിളി കെജ്രിവാൾ നടത്തിയതാണ്. വെല്ലുവിളിയുടെ തുടർച്ച നാളെ. എൻകൗണ്ടർ പൂർണ്ണമാകുന്ന ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്കും